ശ്രീമദ്ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേ നരഃ. നമുക്ക് ആരംഭിക്കാം. ബ്രഹ്മാംഭോധിസമുദ്ഭവം കലിമലപ്രധ്വംസിനം ചാവ്യയം ശ്രീമച്ഛംഭുമുഖേന്ദുസുന്ദരവരേ സംശോഭിതം സർവദാ സംസാരാമയ ഭേഷജം സുമധുരം ശ്രീജാനകീ ജീവനം ധന്യാസ്തേ കൃതിനഃ പിബന്തി സതതം ശ്രീരാമ നാമാമൃതം. ധന്യാസ്തേ കൃതിനഃ പിബന്തി സതതം ശ്രീരാമനാമാമൃതം. ഇതിൽ പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? പ്രേക്ഷകരായിരിക്കുന്ന നിങ്ങളെല്ലാവരും വളരെയധികം ധന്യരാണ്. ശ്രീരാമനാമാമൃതം ആരാണോ കുടിക്കുന്നത് അവരെല്ലാവരും ധന്യരാണെന്ന്. ഇതൊരു വലിയ അമൃതം തന്നെയാണ്, അമൃതം തന്നെയാണ്. അത് ശ്രീരാമൻ്റെ ജീവചരിത്ര രാമായണമായാലും യോഗവാസിഷ്ഠ രാമായണമായാലും ഇത് എഴുതിയിട്ടുള്ളത് വാൽമീകി മഹർഷിയാണ്. ആ കാവ്യത്തിൻ്റെ മാധുര്യം, അതിൽ അടിമുടി തുളുമ്പി നിൽക്കുന്ന ആ പ്രതിഭ എല്ലാം വളരെ വിശേഷപ്പെട്ടതാണ്. വളരെ മധുരമാണത്. അത് കേൾക്കാൻ തോന്നിയാൽ അത് തന്നെ മതി ശ്രീരാമനെ പോലെ ആവാൻ. പരീക്ഷിത്ത് എങ്ങനെ കേട്ടിരുന്നുവോ അതേമാതിരി നിങ്ങളും കേട്ട് ഗ്രഹിക്കണം. ശ്രീരാമൻ എങ്ങനെ കേട്ട് ഗ്രഹിച്ചുവോ അതുപോലെ തന്നെ. ഒരാളെ അനുനയിക്കുക, അനുയായിയാവുക എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ആ ആളെപ്പോലെ ഓരോ കാര്യങ്ങളും നമ്മളും ചെയ്ത് പഠിക്കുക, പരിശീലിക്കുക എന്നാണ് അർത്ഥം. ആ ഒരു മനോഭാവത്തോടു കൂടി വേണം നിങ്ങൾ കേൾക്കാൻ. 16 വയസ്സായ ശ്രീരാമനാണ് ഇത് കേട്ടുകൊണ്ടിരുന്നത് 18 ദിവസം. നമ്മുടെ ഈ പ്രേക്ഷകർക്ക് മധ്യേ എത്ര പേര് 18 വയസ്സോ അതിൽ താഴെയുള്ളവരുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കൂടുതൽ പേരും അവരാവില്ല. അപ്പം നിങ്ങൾക്കിത് കേൾക്കാൻ ഒരിക്കലും പറ്റില്ല, രുചിച്ചില്ല, മധുരമായി തോന്നിയില്ല. മിണ്ടരുത്. ആ മാധുര്യം നുകരാൻ പരിശ്രമിച്ച് അവനവൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും അതിന് തക്ക വിധത്തിൽ സജ്ജമാക്കി എടുക്കുക മാത്രമേ നിങ്ങളുടെ മുൻപിലുള്ളൂ, വേറെ ഒന്നുമില്ല. ധന്യാസ്തേ കൃതിനഃ പിബന്തി സതതം ശ്രീരാമനാമാമൃതം. ഇനി ഒരു ശ്ലോകം യോഗവാസിഷ്ഠ രാമായണത്തിലെ പ്രതിപാദ്യമെന്തോ അതിനനുസരിച്ചുള്ള ഒരു സ്തുതി, ഒരു ധ്യാനമാണത്. അത് ഞാൻ ആദ്യമായിട്ട് ചൊല്ലാം, പിന്നെ നിങ്ങൾക്ക് ചൊല്ലാൻ ഒരു അവസരവും തരാം. ദിവിഭൂമൗ തഥാകാശേ ബഹിരന്തശ്ച മേ വിഭുഃ യോ വിഭാത്യവഭാസാത്മാ തസ്മൈ സർവാത്മനേ നമഃ. ഏത് ഗ്രന്ഥത്തിൻ്റെ മുൻപിലും നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് ഒരു സ്തുതിയോ ഒരു വന്ദനമോ ഉണ്ടാവും. ആ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത് എന്തോ
അതിനനുസരിച്ചുള്ള ഒരു സ്തുതിയാവും അത്. അപ്പോഴേ അതങ്ങനെ നല്ലോണം തികഞ്ഞു വന്നുള്ളൂ. അതുപോലെ ഒരെണ്ണാണിത്. ഞാൻ ഇനി ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലൂ. ദിവി ഭൂമൗ തഥാകാശേ दिवि भूमौ तथाकाशे ബഹിരന്തശ്ച മേ വിഭുഃ बहिरन्तश्च मे विभुः യോ വിഭാത്യവഭാസാത്മാ यो विभात्यवभासात्मा തസ്മൈ സർവാത്മനേ നമഃ. तस्मै सर्वात्मने नमः. ഈ ഒരു ഒറ്റ സ്തുതിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ശ്രീരാമൻ 18 ദിവസം കേട്ടിരുന്നത്, കേട്ട് ഗ്രഹിച്ച് അതായിത്തീർന്നത് എന്തായിരുന്നു എന്ന്. സ്വർഗത്തിലും ഭൂമിയിലും ആകാശത്തിലും പുറത്തും ഉള്ളിലും ആരാണ് വിഭുവായി സർവത്ര പ്രകാശിക്കുന്നത്? അവഭാസാത്മാ. എങ്ങനെ പ്രകാശിക്കുന്നു എന്ന് ചോദിച്ചാൽ എല്ലാറ്റിനെയും അവനവനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് പ്രകാശസ്വരൂപിയായി ഇരിക്കുന്നത് എന്തോ അതിനെ തസ്മൈ സർവാത്മനേ നമഃ. ആ സർവാത്മാവിനെ ഞാൻ നമസ്കരിക്കുന്നു. എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഈശ്വരനെ പറ്റി ഇങ്ങനെ ഒരു വിചാരം വരാറുണ്ടോ? എല്ലാവരും ക്ഷേത്രത്തിൽ പോവും, തൊഴും. ആ ബിംബത്തെ ഇങ്ങനെ ഉറ്റുനോക്കണം, അതാണ് നമ്മുടെ മുൻപിൽ. ആ ബിംബം മാത്രമാണ്. അത് പ്രതിനിധാനം ചെയ്യുന്നത് എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ഒരു ചൈതന്യ വിശേഷമാണ്. അപ്പം ഞാൻ ബിംബത്തെ തൊഴുന്നുണ്ടെങ്കിലും എൻ്റെ മുൻപിലും പിന്നിലും ഉള്ളിലും പുറത്തും മുകളിലും ചോട്ടിലും വലതുഭാഗത്തും ഇടതുഭാഗത്തും എല്ലാ ദിക്കിലും അനന്തമായ വ്യാപ്തിയോടുകൂടി പ്രകാശിക്കുന്നത് എന്തോ ആ പ്രകാശ സാന്നിധ്യത്തെയാണ് ഞാനിതാ കൈകൂപ്പി തൊഴുന്നത് എന്നൊരു ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടായാലേ ആ തൊഴലിനും ബന്ധനത്തിനും അന്വർത്ഥത വരൂ. അപ്പോൾ യോഗവാസിഷ്ടം ഈ ഒരു ധാരണ ഉണ്ടാക്കി തീർക്കുകയാണ്. 16 വയസ്സുള്ള ശ്രീരാമന് അത് അത്യാവശ്യമായി തീർന്നു. തീർത്ഥാടനം കഴിച്ചു വന്ന ശ്രീരാമൻ മൗഢ്യത്തിൽ ആണ്ടുപോയി. ആ മൗഢ്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സ്വജനങ്ങൾക്കോ അച്ഛനമ്മമാർക്കോ മന്ത്രിവര്യന്മാർക്കോ ആർക്കും സാധിച്ചില്ല. അങ്ങനെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ വസിഷ്ഠ മഹർഷി ആ ദൗത്യം ഏറ്റെടുത്ത് 16 വയസ്സായ ശ്രീരാമനോട് അച്ഛനമ്മമാരും പൗരവാസികളും മന്ത്രിവര്യന്മാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഇരിക്കുന്ന ഒരു സദസ്സിൻ്റെ കേന്ദ്രബിന്ദുവായി ശ്രീരാമചന്ദ്രൻ ഇരുന്നു. അവിടെ ആ രാമനെ നോക്കി സംസാരിക്കുകയാണ്. ആദ്യമായിട്ട് രാമൻ മനസ്സിലുള്ള വിഷമം എന്താന്ന് ചോദിച്ചപ്പോൾ പറയുക, ഇതൊരു ശാസ്ത്രമാണ് കൂട്ടരെ. ആ ശാസ്ത്രത്തിലെ ഏത് വക്ക് നിങ്ങൾ തൊട്ടാലും അതിന് ആ ശാസ്ത്രത്തിൻ്റെ മഹിമ കാണും. അതാണതിൻ്റെ വിശേഷം. ശ്രീരാമൻ താൻ കണ്ടതും അത് തൻ്റെ മനസ്സിൽ ഉന്നയിച്ച സങ്കടവും ചോദ്യങ്ങളും വിഷമങ്ങളും എല്ലാം ഒന്ന് പ്രതിപാദിക്കുകയാണ്. ആ പ്രതിപാദനം രാമൻ്റെ പ്രതിപാദനം മാത്രമല്ല. അമ്മിഞ്ഞ കുടിച്ച് ലോകത്തിൽ ഏതെല്ലാം കുട്ടികൾ വളർന്ന് മുതിർന്നിട്ടുണ്ടോ അവരുടെ എല്ലാവരെയും മനസ്സിനെ അലട്ടുന്നതായ പ്രശ്നങ്ങളാണ് ഉന്നയിക്കുന്നത്. തൃഷ്ണാനദീ സാരതര പ്രവാഹ ഗ്രസ്താഖിലാനന്ദ പദാർത്ഥജാത തടസ്ഥ സന്തോഷ സുവൃക്ഷമൂല നികാശദക്ഷ വഹദീഹലോകേ. മനുഷ്യനുള്ള ഉപദ്രവം എന്താ? തൃഷ്ണ, അത്യാർത്തി. മിതമായ ആഗ്രഹമാണെങ്കിലും കൊള്ളാം. ആഗ്രഹം എന്നുള്ള നിലയ്ക്ക് പൊട്ടിമുളയ്ക്കും. എന്നിട്ട് അത് വർദ്ധിച്ച് അത്യാർത്തിയായി തീരും. അത് ഏതുപോലെ എന്ന് വെച്ചാൽ ഒരു നദി കൂലം കുത്തി ഒഴുകുന്നത് പോലെയാണ്. ഒരു നദിയായി ഒഴുകിയാൽ നമുക്ക് വിഷമില്ല. അതേ നദി വെള്ളപ്പൊക്കം വന്നു മഴയിൽ കൂലം കുത്തി ഒഴുകിയാൽ അതിൻ്റെ പക്കപാർശ്വങ്ങളിലുള്ള വൃക്ഷങ്ങൾ മുഴുവനും വേരടക്കം പിഴുതങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ മിതമായ ആഗ്രഹമുണ്ടെങ്കിൽ അത് നിറവേറ്റാം, സന്തോഷവും സൗഭാഗ്യവും അനുഭവിക്കാം. അതല്ല, ആഗ്രഹങ്ങൾ ആളിക്കത്തി ജ്വലിക്കുകയാണ്, കൂലം കുത്തി ഒഴുകുന്ന നദിയെപ്പോലെയാണ്. ആ തൃഷ്ണാനദി സാരതര പ്രവാഹ. അപ്പം എന്തായി? നമുക്ക് സന്തോഷവും സൗഖ്യവും നൽകുന്നതായ പദാർത്ഥങ്ങൾ തുറ്റ നിൽക്കണു വൃക്ഷങ്ങളിൽ.
അതിൻ്റെ കട പുഴക്കി അങ്ങനെ അങ്ങോട്ട് ഒരുക്കി അങ്ങോട്ട് കൊണ്ടുപോയി. ഒരാൾക്കും കിട്ടിയില്ല. അതുപോലെയാണ് സന്തോഷ സുവൃക്ഷമൂല നികാശദക്ഷ വഹദീഹ ലോകേ. ഈ ലോകത്തിൻ്റെ സ്ഥിതി അതാണെന്നാ പറയണേ. എത്ര ജനങ്ങളുണ്ടോ അവരുടെ ഉള്ളിലെല്ലാം ആഗ്രഹം എന്ന് പറയുന്ന ആ നദി തൃഷ്ണയായി തീർന്ന് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന സൗഭാഗ്യവും സൗഖ്യവും എല്ലാം തന്നെ അങ്ങോട്ട് ഒഴുക്കി അങ്ങോട്ട് കൊണ്ടുപോയി സമുദ്രത്തിൽ എത്തിച്ച് അങ്ങോട്ട് ഇടുക. ശ്രീരാമൻ വിവരിക്കുന്ന ലോകമാണ്, കേൾക്കണം. തരന്തി മാതംഗഘടാതരംഗം രണാംബുധിം യേ മയിതേന ശൂരാ ശൂരാസ്തയേ വേഗമനസ്തരംഗം ദേഹേന്ദ്രിയാംബോധിമിമം തരന്തി. ആ 16 വയസ്സുള്ള കുട്ടി പറയാണ്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ പോയി കണ്ടത്. അയോധ്യയിൽ താമസിച്ച് ഇതൊക്കെയാണ് ഞാൻ അനുഭവിച്ചത്. ആ അനുഭവിച്ചതിൻ്റെ പേരിൽ എനിക്ക് പറയാനുള്ളത് തരന്തി മാതംഗഘടാതരംഗം രണാംബുധിം യേ മയിതേന ശൂരാ. എൻ്റെ അഭിപ്രായത്തിൽ ശരിയായ ശൗര്യം, ശൂരന്മാരാരാ? ധാരാളം പടയാളികൾ, ആനയുമുണ്ട്, കുതിരയുമുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ തുറ്റ നിൽക്കുന്ന ഒരു രണഭൂമിയിൽ ചെന്ന് അവിടെ ആനകളെയും കുതിരകളെയും കാലാൾപ്പടയെയും എല്ലായെയും കൊന്നൊടുക്കുന്ന ആ ആൾക്കാരല്ലത്രേ ശൂരന്മാര്. ശൂരാസ്തയേ വേഹ മനസ്തരംഗം ദേഹേന്ദ്രിയാം ബോധിമിമം തരന്തി. നമ്മുടെ ദേഹവും ഇന്ദ്രിയവും കൂടിയാൽ ഒരു വലിയ സമുദ്രമായി. അതങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, എന്താ സ്വാമിജി ദേഹത്തെയും ഇന്ദ്രിയങ്ങളെയും പരിമിതമായ ഒരു 80-85 കിലോഗ്രാം ഉള്ള ശരീരത്തെ നോക്കി സമുദ്രം എന്ന് നിങ്ങൾ പറയണത് എങ്ങനെയാ എന്ന് ആലോചിക്കേണ്ടതാണ്. ആലോചിക്കണം കൂട്ടരെ, നിങ്ങൾ ബുദ്ധിയെ പണയം വയ്ക്കരുത്. ആലോചിക്കാനുള്ളതാ. ഇതാ എൻ്റെ മുമ്പിൽ അദൃശ്യരാണെങ്കിലും ആയിരുന്നൻ കേൾക്കുന്നുണ്ടല്ലോ. ഈ സമയത്ത് ആലോചിക്കാനുള്ള സമയമാണ്. നിങ്ങൾ ആലോചിക്കാത്ത ആലോചനകളാണ് നമ്മുടെ ശാസ്ത്രങ്ങളും ഞങ്ങളെപ്പോലെയുള്ളവരും നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. സ്വയം ചെയ്യാത്തത് ചെയ്യിപ്പിക്കുക. ഇതാ ഉരുട്ടി അങ്ങോട്ട് തരിക, വിഴുങ്ങിയാൽ മാത്രം മതി. ശൂരാസ്തയേ വേഗമനസ്തരംഗം. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് തരംഗമാണ്. തരംഗം നിൽക്കില്ല സമുദ്രത്തിൽ. അതേപോലെ ഒന്നിന് പിന്നെ തിരമാല എന്നാ പറയുക, മാലയായിട്ട് വരും. അതുപോലെ നമ്മുടെ ഉള്ളിൽ ചിന്തകളും വികാരങ്ങളും ആലോചനകളും കാമക്രോധ ലോഭമോഹ മത മാത്സര്യാദികളും എല്ലാം കൂറ്റൻ അലകളെപ്പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ അലകളുള്ള സമുദ്രം അത് ഒതുക്കി നിർത്തിയിരിക്കുന്നതാണ് ഈ ശരീരം. അതിൽ ഈ ശൂരാസ്തയേവേഹ മനസ്തരംഗം ദേഹേന്ദ്രിയാം ബോധിമിമം തരന്തി. അതിനെ നാം നീന്തി കിടക്കാൻ സാധിച്ചാൽ അവരാണ് ശൂരന്മാര്. തൻ്റെ ശരീരത്തിലുള്ള മനസ്സ് തന്നെ ഒരിക്കലും കവച്ചു വയ്ക്കരുത്, തന്നെ ഒരിക്കലും ഉപദ്രവിക്കരുത്, അലട്ടരുത്. നമ്മുടെ മനസ്സ് ശാന്തമാവണം. നമ്മുടെ കയ്യിൽ വേണമത്. ഒരു വിചാരമോ ഒരു ചിന്തയോ ഒരു വികാരമോ വന്ന് നമുക്ക് പിടിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മെ ആക്രമിച്ച് കീഴടക്കാൻ അനുവദിക്കരുത്. അവിടെയാണ് നീന്താൻ പഠിക്കേണ്ടത്. ഈ ലോകവും ജീവിതവും എല്ലാം ഒരു യാത്രയാണ് അത്രേ. ആര് പറയണു? രാമൻ പറയാണ്. ആരുടെ മുൻപിൽ? വസിഷ്ഠൻ്റെയും മറ്റുള്ള മഹർഷിമാരുടെയും മുൻപിൽ. എല്ലാവരും കേൾക്കത്തക്കവണ്ണം പറയാ. ഇതോന്യതശ്ചോപഗതാമുദൈവ സമാന സങ്കേത നിബദ്ധഭാവ യാത്രാ സമാസംഗമസ സമാനരാണം കലത്രമിത്രവ്യവഹാരം മായാ. ഇതോന്യതശ്ചോപഗതാമുദൈവ. നമ്മളെല്ലാവരും ജീവിക്കുന്നുണ്ട്. എങ്ങനെയാ? മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കണേ ഇല്ല, മൃഗങ്ങൾ പോലും ചെയ്യില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ ഒരു കുടുംബമുണ്ട്. മൃഗങ്ങളുടെ കുടുംബം അങ്ങനെ കുടുംബമായി കാണാൻ വിഷമാണ്. പൂച്ചയൊക്കെ പ്രസവിക്കും, ഒരു കൊല്ലത്തിൽ 2 തവണയോ 3 തവണയോ. പ്രസവിച്ച് കഴിയുമ്പോൾ ഗർഭം മൂത്ത് വരുമ്പോഴേക്കും ആ ഉണ്ടായ കുട്ടികളെ ഛു പി ഖു എന്നും പറഞ്ഞ് പിച്ചിയിട്ടും മാന്തിയിട്ടും പറഞ്ഞങ്ങോട്ട് അയക്കും. അവർ കുടുംബമായി ജീവിക്കുന്ന സമ്പ്രദായം അവർക്കില്ല. അപൂർവമാണെന്ന് വെച്ചോളും ഉണ്ടെങ്കിൽ തന്നെ. നമുക്കങ്ങനെയല്ല. നമുക്ക് നല്ല കുടുംബം, എൻ്റെ തറവാട്, എൻ്റെ കുടുംബം എന്ന് എല്ലാവരും പറയും. എന്താണ് ഈ കുടുംബം? നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും തമ്മിലുള്ള ബന്ധം എന്താ? ആരെവിടെ നിന്ന് വന്നു എന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും ഓരോ ടിക്കറ്റും കൊണ്ടാ വന്നിരിക്കുന്നത്, വണ്ടിയിൽ കയറുന്ന മാതിരി.
കൊച്ചിയിൽ നിന്നൊരു വണ്ടി പുറപ്പെട്ടു, ഡൽഹി വരെ പോകുന്നുണ്ട്. അതിൽ പലരും വന്ന് കമ്പാർട്ട്മെൻറ്റിലും ബോഗിയിലുമായിട്ട് കയറും. ആരെല്ലാം വന്ന് കയറി കൂടെ ഇരിക്കുന്നുണ്ടോ അവരൊക്കെ സഹയാത്രികൾ, അത്രയേ ഉള്ളൂ. അവരെ കണ്ടാൽ നമുക്ക് സന്തോഷം തോന്നും. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നവരെ നല്ല സുപരിചിതരാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ ടിക്കറ്റും കൊണ്ട് ഇവിടെ വന്നിരിക്കുക. നമ്മുടെ കുടുംബത്തിലും അങ്ങനെ ടിക്കറ്റും കൊണ്ടുവന്നവരാണ് നിങ്ങളുടെ കുട്ടികളും കുട്ടികളുടെ കുട്ടികളും മകളുടെ ഭർത്താവും മകൻ്റെ ഭാര്യയും എല്ലാവരും. എന്ത് ടിക്കറ്റും കൊണ്ടാണ് വന്നിരിക്കണേന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ഡൽഹി വരെ പോകുന്നവരല്ല. ആ ടിക്കറ്റും കൊണ്ടങ്ങോട്ട് വണ്ടിയിൽ കയറി വർത്തമാനം പറഞ്ഞു കൂടും. ചിലർ പറയും ഞാൻ ഇന്ന സ്റ്റേഷനിലാണ് ഇറങ്ങാൻ പോണേ, അല്ല ഞാൻ ഡൽഹി വരയ്ക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. ചിലരതൊന്നും പറയില്ല. പെട്ടെന്ന് സ്റ്റേഷൻ വന്നാൽ ചടപടാന്ന് എഴുതിട്ട് ഒറ്റ ചാട്ടാ കൊടുക്കും. അതാണ് ഈ ഹാർട്ട് ഫെയിലിയർ കേസ്. ഒരാടും പറയാതെ ടപ്പെന്നൊരു ചാട്ടം ചാടി അങ്ങോട്ട് പോവുക. ഇതാണ് നമ്മുടെ നില. അങ്ങനെ പലരും പലയിടങ്ങളിൽ നിന്നും വന്ന് ഒരേ വീട്ടിൽ കയറിക്കൂടി കുറേ കാലം ഒന്നിച്ച് ജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കലത്രമിത്ര വ്യവഹാരമായ ആ ജീവിക്കുന്ന സമയത്ത് ഒരാളെ നമ്മൾ ഭാര്യ എന്ന് പറയണു, ഭർത്താവാണെന്ന് പറയണു, സഹോദരൻ സഹോദരി, ഭാര്യ സഹോദരൻ, ഇങ്ങനെ പലതും ബന്ധവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരുടെ മുകളിൽ ആരുടെ മുകളിലും നിങ്ങൾക്ക് ഒരു സ്വാധീനമോ ഒരു നിയന്ത്രണമോ ഇല്ല. എവിടം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും? നമ്മൾ മുമ്പിൽ ഇറങ്ങോ അവർ മുമ്പിൽ ഇറങ്ങോ, എപ്പോഴാ ഇറങ്ങുക, അത് പറഞ്ഞിട്ടിറങ്ങോ, യാത്ര പറയുമോ പറയാതെ പോവോ, ഒന്നും അറിയാൻ നമുക്ക് പറ്റില്ല. ഇതാണ് ലോകത്തിൻ്റെ ഗതി. ഇങ്ങനെ പലതും പറഞ്ഞു, കുറേ അധികമുണ്ട്, ഞാൻ അതൊന്നും മുഴുവൻ പറയുന്നില്ല. ഇങ്ങനെയുള്ള ലോകത്തിൽ ജീവിക്കുന്നത് വളരെ എളുപ്പമുള്ളതല്ല. വ്യവഹാരവതോ യുക്ത്യ ദുഃഖം ന ആയാതി മേ മയാ അഥവാ വ്യവഹാരസ്യ ബ്രൂതതാം യുക്തിമുത്തമാം. മഹർഷിമാര്, ഈ രാമന് നിങ്ങളോടൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഞാൻ കണ്ട ലോകം ഇതൊക്കെയാണ്, എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇങ്ങനെയാണ്. ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ഇതിന് യുക്തിസഹമായിരിക്കുന്ന ഒരു മാർഗം കണ്ടുപിടിക്കണം. ഈ സ്ഥിതിവിശേഷം മാറാൻ പോകുന്നില്ല. ഇതിൽ എപ്പോൾ എന്ത് ആർക്ക് പിടിപെടും, അത് എത്ര ഗഹനമായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് എന്തു തന്നെ വന്നാലും വിഷമങ്ങൾ ബാധിക്കാതെ, സംഘർഷമുണ്ടാക്കാതെ, എല്ലാറ്റിനെയും സമീകരിച്ച് ആത്മസാത്കരിച്ചെടുക്കാൻ പറ്റിയ തരത്തിൽ എന്തെങ്കിലും ഒരു അറിവ് വിശേഷപ്പെട്ട ഒരു അറിവ്, ഒരു യുക്തി ഉണ്ടെങ്കിൽ അഥവാ വ്യവഹാരസ്യ ബ്രൂതതാം യുക്തിമുത്തമാം, ഒന്നിലോ ആ യുക്തിയെ പിടിച്ച് ഞാൻ അതിൻ്റെ പിന്നാലെ പോകണം, അല്ലെങ്കിൽ ആ യുക്തിയോടുകൂടി ഇവിടെ വ്യവഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർ ലൈഫ് ഈസ് എൻ ഇൻറ്ററാക്ഷൻ. ഇൻ ദി ഇൻറ്ററാക്ഷണൽ ലൈഫ് ഐ മസ്റ്റ് ബി ഏബിൾ ടു ഇൻറ്ററാക്ട് വിത്ത് my own family members, the members of the society at large, and so many world factors, including the Panchabhautik elements. ജീവിതം എന്ന് പറഞ്ഞാൽ സമ്പർക്ക ജീവിതമാണ്. കുടുംബാംഗങ്ങളോടുള്ള സംസർഗം, സമാജാംഗങ്ങളോടുള്ള സംസർഗം, തൊഴിലുള്ള സ്ഥലത്തുള്ള സംസർഗം, പാഞ്ചഭൗതികമായ പ്രപഞ്ചത്തിൽ പ്രപഞ്ച ഘടകങ്ങളുമായിട്ടുള്ള സമ്പർക്കം, ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ യുക്തി എന്നെ സഹായിക്കണം, ഈ ബുദ്ധി എന്നെ സഹായിക്കണം. മനസ്സിനാണ് ക്ഷോഭമെല്ലാം വരിക. അപ്പം മനസ്സിനെ പിടിച്ചു നിർത്തി സമീകരിച്ചെടുക്കാൻ ബുദ്ധിക്ക് മാത്രമേ അതിനുള്ള സ്വാധീനമുള്ളൂ. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ 2 ഘടകമാണ് മുഴച്ചു നിൽക്കുന്നത്. ഒന്ന് വൈകാരികമായിരിക്കുന്ന മനസ്സ്, യുക്തിസഹമായി ചിന്തിക്കുന്ന ബുദ്ധി. ഈ മനസ്സിൽ എന്തെങ്കിലും ഒരു സ്വാധീനം ചെലുത്താൻ ആർക്കെങ്കിലും എന്തിനെങ്കിലും പറ്റുമെങ്കിൽ മനസ്സിലാക്കിയുള്ളൂ എൻ്റെ പൊന്നുകൂട്ടരെ, നിങ്ങളുടെ ബുദ്ധിക്ക് മാത്രമേ പറ്റൂ. അർജുനൻ കരഞ്ഞു, അമ്പും വില്ലും താഴത്ത് വെച്ചു കുരുക്ഷേത്രത്തിൽ രണഭൂമിയിൽ. ആ അർജുനനോട് ശ്രീകൃഷ്ണൻ യുക്തിസഹമായി സംസാരിച്ച് അത് ഉൾക്കൊണ്ടപ്പോൾ കണ്ണീര് അവിടെ നിന്നു. കരഞ്ഞുകൊണ്ടിരുന്ന അർജുനൻ പൃച്ഛകനായി മാറി. ഇവിടെ ശ്രീരാമനും അതുപോലെ പൃച്ഛകനാവാൻ പോവാണ്. ഇപ്പൊ പറയുന്നതിൽ ഇത്ര വൈഭവമുണ്ട്. അപ്പൊ ചോദിക്കുന്ന സമയത്തൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. യഥാ ജാനാസി ഭഗവൻ തഥാ മോഹനിവൃത്തയേ ബ്രൂഹിമേ സാധവോ യേന നൂനം നിർദുഃഖതാം ഗതാഃ. അതുകൊണ്ട് എനിക്ക്
മഹർഷിമാരെ, നിങ്ങളോട് എല്ലാവരോടും കൂടി പറയാനുള്ളത്, എൻ്റെ ഈ മോഹം, എൻ്റെ ഈ വിഷമം ദൗർബല്യമാണെങ്കിൽ ദൗർബല്യം, ഇതി കർത്തവ്യത മൂഢതയാണെങ്കിൽ അത് നീങ്ങാനായി എൻ്റെ മനസ്സിലുള്ള വിഷമവും ദുഃഖവും അല്ലലും അലട്ടുമെല്ലാം പോകാൻ വേണ്ടി യഥാജാനാസി ഭഗവൻ, അങ്ങയ്ക്ക് വല്ലതും അറിയുമോ വസിഷ്ഠ മഹർഷേ? എല്ലാവരും എത്രയോ കാലം ലോകത്തിൽ ജീവിച്ചു, താങ്കളും ഇതാ ജീവിച്ചു പോരുന്നുണ്ട്. ഈ വിഷമമില്ലാതെ ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു കൗശലം അല്ലെങ്കിൽ ഒരു ബുദ്ധി അല്ലെങ്കിൽ ഒരു അറിവ് അങ്ങയ്ക്ക് അറിയുമെങ്കിൽ, അഥവാ താദൃശീ യുക്തിർ യതി ബ്രഹ്മന്ന വിദ്യതേ, അല്ല അങ്ങനെ ഒരു വഴി ഇല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ന ഭക്തി മമ വാ കശ്ചിത് വിദ്യമാനാമഭിസ്ഫുടം, അല്ല അതിനുള്ളൊരു വഴിയുണ്ട്. പക്ഷേ രാമ, നിനക്ക് 16 വയസ്സേ ആയിട്ടുള്ളൂ, ഞാനിപ്പോൾ പറഞ്ഞു തരില്ല, 28 വയസ്സാവട്ടെ, അങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ, ഒന്നാമത് ഇതിനൊരു വഴിയുണ്ടോ? അത് അങ്ങയ്ക്ക് അറിയുമോ? അറിയുമെങ്കിൽ എനിക്ക് പറഞ്ഞു തരുമോ? പറഞ്ഞു തന്ന് ഞാൻ കേട്ട് കഴിഞ്ഞാലോ? സ്വയം ചൈവ ന ചാപ്നോമി താം വിശ്രാന്തിമനുത്തമാം. അത് കേട്ട് മനസ്സിലാക്കി എനിക്കത് പിന്തുടരാനോ പ്രയോഗിക്കാനോ സാധിക്കണം. അത് സാധിച്ച് നേട്ടമുണ്ടാവണം. അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ തദഹം ത്യക്തസന്ദേഹോ നിരഹങ്കാരതാം ഗതഃ. അപ്പം എന്താ ശ്രീരാമൻ പറയണത്? വസിഷ്ഠ മഹർഷേ, ഇതൊക്കെയാണ് എൻ്റെ സ്ഥിതി, ദുസ്ഥിതി. ഈ ദുസ്ഥിതി പരിഹരിക്കാനായി ഈ ലോകത്തിൽ പൂർവ്വകാലത്തിൽ ജീവിച്ചവർ വല്ല വഴിയും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങയ്ക്ക് അറിയുമോ? അറിയുമെങ്കിൽ പറഞ്ഞു തരുമോ? പറഞ്ഞു തന്ന് കേട്ടാൽ എനിക്ക് ഗ്രഹിച്ച് പ്രയോഗിക്കാൻ പറ്റുമോ? ഇതിന് ഏതെങ്കിലും ഒരു ചോദ്യത്തിനുള്ള ഉത്തരം പറ്റില്ല എന്നാണെങ്കിൽ തദഹം ത്യക്തസന്ദേഹോ നിരഹങ്കാരതാം ഗതഃ. ഞാൻ എല്ലാ വിധത്തിലുള്ള പ്രവൃത്തികളെയും ത്യക്തസർവേഹോ, എല്ലാ പ്രവൃത്തികളെയും വിടും. നിത്യവൃത്തി കഴിക്കില്ല, കാപ്പിയും ചായയും കഴിക്കില്ല, പ്രാതലുണ്ടാവില്ല, അച്ഛനമ്മമാരെ വണങ്ങില്ല, കൂട്ടുകാരോട് സംസാരിക്കില്ല. എൻ്റെ മനസ്സിലുള്ള അഹങ്കാരമോ എല്ലാം വിട്ടുകളയാനാണ് നോക്കുക. ന ഭോക്ഷ്യേ ന പിബാമ്യംബു. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ കൂട്ടരെ? ഒന്ന് കേൾക്കിനപ്പ. രാമായണം, ശ്രീ രാമചന്ദ്ര മഹാപ്രഭു, എത്രയെത്ര ക്ഷേത്രങ്ങളാണ് അദ്ദേഹത്തിന് നമ്മൾ കെട്ടിയിരിക്കുന്നത്. ആ രാമൻ്റെ ഉണർത്തിപ്പാണിത്. അതൊന്ന് മനസ്സിലാക്കി നിങ്ങൾ. എന്താണത് എന്നൊന്ന് തുറന്നു നോക്കൂ. ന ഭോക്ഷ്യേ ന പിബാമ്യംബു. ഞാൻ ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല. നാഹം പരിദധേംബരം. ഞാൻ വസ്ത്രം ധരിക്കില്ല, മാറ്റില്ല. കരോമിനാഹം വ്യാപാരം സ്നാനദാനാശനാദികം. വേണ്ടതുപോലെ സ്നാനം കഴിക്കില്ല, ദാനധർമ്മങ്ങൾ ചെയ്യേണ്ട ചുമതലയുണ്ട് എനിക്ക്, അതും ചെയ്യില്ല. ന ചതിഷ്ഠാമി കാര്യേഷു സമ്പത്സു അബദ്ധശാസു ച. ഒരു കാര്യത്തിലും ഞാൻ ചെന്ന് പ്രവേശിക്കാൻ പോണില്ല. സമ്പത്തോ ആപത്തോ ആകട്ടെ, കമാ ശിവ എന്ന് മിണ്ടില്ല, ചെറുവരില് നിവർത്തില്ല. ന കഞ്ചിത വിവാഞ്ചാമി ദേഹത്യാഗാതൃതേ മുനേ. എൻ്റെ ദേഹം വീണു പോകണം എന്ന വിചാരമല്ലാതെ വേറെ ഒരൊറ്റ സംഗതിയും ഒരാഗ്രഹവും ഒരു അഭിലാഷവും എൻ്റെ മനസ്സിലുണ്ടാവില്ല. കേവലം വിഗതാശങ്കോ നിർമ്മമോ ഗതമത്സര. മനസ്സിലുള്ള ആശങ്കയെല്ലാം പോയി മമതയില്ലാതെ മാത്സര്യബുദ്ധിയില്ലാതെ മൗന ഏവേകതിഷ്ഠാമി ലിപി കർമ്മസ്വിവാർപ്പിത. കല്ലിൽ കൊത്തിവെച്ച അക്ഷരം പോലെ രാമൻ കല്ലിൽ കൊത്തിവെച്ച അങ്ങനെ ഇരിക്കും, അതുപോലെ ആയിരിക്കും ഈ രാമന്റെ സ്ഥിതി. മിണ്ടാതിരിക്കും, ഒരൊറ്റ ആളോട് മിണ്ടില്ല, നിശ്ചലൻ തന്നെ ഒരു ദേഹം. അഥ ക്രമേണ സന്ത്യജ്യ പ്രശ്വാസോച്ഛ്വാസ സംവിധ സന്നിവേശം ത്യജാമീമം അനർത്ഥം ദേഹനാമകം. ഞാൻ എൻ്റെ ശ്വാസത്തെ കുറെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കൃഷ്ണനോട് പറഞ്ഞത് പലരും കേട്ടിട്ടുണ്ട് ഭഗവത്ഗീതയിൽ. പക്ഷെ ഇങ്ങനെ ഒരു വിവരണം അവിടെ ഇല്ല. അർജുനൻ ഞാൻ ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല എന്നൊന്നും പറഞ്ഞില്ല. എവിടെ പോയി രാമൻ? എവിടെയാണ് അർജുനൻ? ആലോചിച്ച് നോക്കൂ. അർജുനന്റെ മുൻപിൽ യുദ്ധമാണ്.
45 ലക്ഷം പടയാളികളാണ്. ഇവിടെ ഒരു പടയാളിയില്ല തൻ്റെ മുമ്പിൽ. താൻ ഇതുവരെ അമ്പും വില്ലും പ്രയോഗിച്ചിട്ടുമില്ല. അധക്രമേണ സന്ത്യജ്യ പ്രശ്വാസോച്ഛ്വാസ സംവിദ സന്നിവേശം ത്യജാമീമം അനർത്ഥം ദേഹനാമകം. എൻ്റെ ദേഹം തന്നെ അനർത്ഥ. ഒറ്റതാണ് ഇവിടുത്തെ കുഴപ്പം മുഴുവനും. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം വിട്ട് നാഹമസ്യ നമേനാന്യ ശാമ്യാമ്യ സ്നേഹദീപവത് സർവമേവ പരിത്യജ്യ ത്യജാമീതം കലേവരം. ഇവിടെ ഞാൻ എന്നൊന്നുമില്ല, എൻ്റെ എന്നൊന്നുമില്ല, മറ്റുള്ളവരെന്നൊന്നുമില്ല. അങ്ങനെയുള്ള ഗണനകളൊന്നും എല്ലാം അർത്ഥശൂന്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എല്ലാം വിട്ട് ഈ ശരീരത്തെയും ഉപേക്ഷിക്കും. കേട്ടോ നിങ്ങൾ? 15 വയസ്സായ ശ്രീരാമൻ മഹർഷിമാരുടെ മുൻപിൽ തൻ്റെ മനസ്സിലുള്ള വിഷമം ഉണർത്തിച്ചതാണ്. ഈ വിഷമത്തിൽ ഒതുങ്ങുന്നതല്ലേ കൂട്ടരെ നിങ്ങളുടെ വിഷമങ്ങളെല്ലാം തന്നെ? എന്ത് തന്നെ ഉണ്ടെങ്കിലും ഇതിൽ ഒതുങ്ങാത്തത് വല്ലതും ഉണ്ടോ? ആ വിഷമത്തിനുള്ള പരിഹാരമാണ് 15 വയസ്സിൽ വസിഷ്ഠൻ്റെ ആ അമൃതമൊഴികൾ കേട്ട് താൻ ഗ്രഹിച്ച് ഉൾക്കൊണ്ട് സാക്ഷാത്കരിച്ച് അതിൻ്റെ പിൻബലത്തിലാണ് രാമൻ കാട്ടിക്കൂട്ടിയത് മുഴുവനും. അവസാനിപ്പിക്കുകയാണ് ആ ഭാഗം. ഇത്യുക്തവാൻ അമലശീതകരാഭിരാമോ രാമോ മഹത്തര വിചാര വികാസിചേതാ തൂഷ്ണീം ബഭൂവ പുരതോ മഹതാം ഘനാനാം കേകാരവശ്രമവശാദിവ നീലകണ്ഠ. എനിക്ക് ഈ ശ്ലോകം എന്തുമാത്രം ഇഷ്ടമാണെന്നറിയോ? എപ്പോഴെങ്കിലും മനസ്സിൽ തോന്നി ഞാൻ ഈ ശ്ലോകങ്ങൾ ചൊല്ലിയാലുണ്ടല്ലോ 4 ഭാഗത്തെ പ്രകൃതി വരെ മാറിക്കളയും എനിക്ക്. ഇത്യുക്തവാൻ ഇങ്ങനെ ഭംഗിയായി പറഞ്ഞൊപ്പിച്ചു ശ്രീരാമചന്ദ്രൻ. അമലശീതകരാഭിരാമോ, എന്താ പറയുക, എന്തൊരഴകും സൗന്ദര്യവുമാണ് ആ ശ്രീരാമന്. എല്ലാവരും കണ്ണ് കൊട്ടാതെ നോക്കിക്കൊണ്ടിരിക്കും. അത്ര രമണീയമാണ് ശരീരം. രാമോ മഹത്തര വിചാര വികാസിചേതാ. ആ രാമൻ ഇതുവരെ ഇങ്ങനെ വായ തുറന്നിട്ടില്ല. ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരവും കിട്ടിയില്ല, ഉണ്ടായിട്ടുമില്ല. അങ്ങനെ ഇതുവരെ വായ തുറക്കാതെ ഇരുന്ന രാമൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്ഥലത്തിൽ മഹത്തര വിചാര വികാസിചേതാ. ആ മനസ്സിൻ്റെ ഉള്ളിൽ മഹത്തരമായിരിക്കുന്ന ഒരു തത്വവിചാരം പ്രവേശിച്ചതിൻ്റെ പേരിൽ ഞാനിതൊക്കെ കണ്ടു മടങ്ങി വന്നു. കണ്ട ചരിത്രം ഇതാണ്. ഇങ്ങനെ ഒരു ലോകത്തിലാണ് എനിക്ക് ജീവിക്കേണ്ടി വരുന്നത്. ആ ജീവിക്കാനുള്ള തയ്യാറെടുപ്പ് എൻ്റെ കയ്യിലുണ്ടോ? കണ്ടിട്ട് തന്നെ എൻ്റെ മനസ്സ് തകർന്നു. ഈ തകർന്ന മനസ്സോടുകൂടി കഴിഞ്ഞുകൂടാൻ പറ്റില്ല. ഈ തകർച്ച തീരണം. ആ തീരാനുള്ള വഴി എനിക്ക് അറിയില്ല. എൻ്റെ മുമ്പിലുള്ളവർക്ക് പറഞ്ഞു തരാൻ പറ്റുമോ, ഗ്രഹിക്കാൻ പറ്റുമോ, പ്രയോഗിക്കാൻ പറ്റുമോ? ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിക്കന്നെ വേണ്ട. ആര് എന്നോട് ഒന്നും മിണ്ടരുത്. അവിടെ അച്ഛനോ പെറ്റു വളർത്തിയ അമ്മയോ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ അവിടെ ഇരുന്നോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതം ദുസ്സഹമാണ്. ഇങ്ങനെ പ്രപഞ്ചത്തിൻ്റെ എല്ലാ അങ്കലാപ്പുകളും വിരിച്ച് ഇത്ര ഭംഗിയായി പറഞ്ഞു ഒപ്പിച്ച ആ ഒരു വിശേഷപ്പെട്ട അവതരണമുണ്ടല്ലോ എൻ്റെ അപ്പ, എത്ര മധുരമായിട്ടുള്ളത്. ആർക്കും വായിച്ചാൽ അവരുടെ മനസ്സിൽ ഉണ്ടാവാൻ പോകുന്ന മഹോത്സവം എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല. ഇതങ്ങോട്ട് പറഞ്ഞിട്ട് തൂഷ്ണീം ബഭൂവ പുരതോ മഹതാം ഘനാനാം. ആരുടെ മുൻപിലായി പറഞ്ഞത്? അച്ഛൻ്റെ മുൻപിൽ പറഞ്ഞിരുന്നാൽ കാലിണയ്ക്ക് പ്രയോജനം ഉണ്ടാവില്ല. കൗസല്യയുടെ അടുത്ത് പറഞ്ഞാൽ കൗസല്യ കൂടെ കരയുന്നല്ലാതെ പാവം ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുമായിരിക്കാം. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ വന്നിട്ടുള്ളവർ അങ്ങനെയല്ല. മഹതാം ഘനാനാം. ആകാശത്തില് മഴക്കാലത്ത് പെയ്യാൻ തയ്യാറായിട്ടുള്ള ആ മേഘപടലങ്ങൾ, കറുത്തിരണ്ട് തടിച്ചു കൊഴുത്തിരിക്കുന്ന മേഘങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ അത് കണ്ടിട്ട് മയിലിങ്ങനെ കേകാരവം പുറപ്പെടുക്കും അത്രേ. നൃത്തവും കേകാരവുമായി കലശൽ കൂട്ടി പുറപ്പെടുച്ചതിന് ശേഷം അതങ്ങോട്ട് നിർത്തിയാൽ അപ്പം ആ മേഘം വർഷിക്കുകയായി.
അതുപോലെ തൻ്റെ മുമ്പിലുള്ളവരൊക്കെ ജ്ഞാനഗംഭീരന്മാരാണ്. അവരുടെ മുൻപിൽ ഈ മാതിരിയുള്ള ഒരു അവസരം കിട്ടിയെന്നുണ്ടെങ്കിൽ അവർ മിണ്ടാതെ ഇരിക്കാൻ പോകുന്നില്ല. സത്സംഗം കൊണ്ട് മാത്രമേ ഇതിന് മറുപടി നമുക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. അപ്പം അവരുടെ മുൻപിൽ അവരെയും കൂടി മഹർഷിമാരെ കണ്ടപ്പോൾ ഈ മേഘപടലങ്ങൾ കണ്ട് മയിലിന് എങ്ങനെയാണോ ഉത്സാഹത്തിമിർപ്പ് ഉണ്ടാവുന്നത്, അങ്ങനെ ഒരു ഉത്സാഹത്തിമിർപ്പിൽ കൂടിയാണ് ശ്രീരാമൻ സംസാരിച്ചങ്ങോട്ട് നിർത്തി. നിർത്തി. ഇനി എന്താ ഉണ്ടാവുക? ഇനി മഹർഷിമാർക്ക് പറയാനുള്ളത് അവർ പറയണം, മഴ പെയ്യുന്നത് പോലെ. അങ്ങനെയാണ്. ഞാൻ ഒരു ശ്ലോകം ഒരിക്കൽ കൂടി പറയാം. നമ്മുടെ ആ കാവ്യഗംഗയുടെ മഹത്വം ഒന്ന് നിങ്ങൾ കാണൂ. പറയണത് ദർശനശാസ്ത്രമാണ്. അതിൽ പോലും നമ്മുടെ കാവ്യം എത്ര ഭംഗിയായി പരിലസിക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമെന്ന് വി ഭൂമാനന്ദ സ്വാമിക്ക് നിർബന്ധ. നമ്മുടെ രാജ്യത്തിൻ്റെ മഹിമയാണത്, പ്രഭാവമാണത്, വ്യക്തിത്വമാണത്, മികവും തികവും നിറവുമാണത്. ഇത്യുക്തവാനമലശീതകരാഭിരാമോ രാമോ മഹത്തര വിചാര വികാശിചേതാഃ തൂഷ്ണീം ബഭൂവ പുരതോ മഹതാം ഘനാനാം കേകാരവശ്രമവശാദിവ നീലകണ്ഠഃ. ഇതിപ്പോൾ യോഗവാസിഷ്ഠത്തിൻ്റെ ഒരു മുഖവുര എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറഞ്ഞത്. ഈ യോഗവാസിഷ്ഠ രാമായണം നമ്മൾ എന്തിനാണ് പറയണത്? എന്താ നമുക്ക് രാമൻ, ശ്രീരാമചന്ദ്ര മഹാപ്രഭു അതേ അറിയുള്ളൂ. കുറേ ക്ഷേത്രമുണ്ട്, വിഗ്രഹങ്ങളും ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ, രാമനെ മാത്രമേ മര്യാദാ പുരുഷോത്തമനായി പറയാറുള്ളൂ. ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. വേറെ ഒരു മര്യാദാ പുരുഷോത്തമൻ എന്ന് പറഞ്ഞ് നമ്മൾ ആരെയും പറയാറില്ല. കൃഷ്ണൻ സർവകർമ്മകുശലനും വലിയ യോഗിവര്യനും യോഗചക്രവർത്തിയും ഒക്കെയാണ്. ഈ ശ്രീരാമചന്ദ്രനെ നമ്മൾ അറിയണത് എങ്ങനെയാണ്? ഇക്ഷ്വാകു വംശം വളരെ പ്രസിദ്ധമാണ്, എല്ലാ വിധത്തിലും കെങ്കേമമാണ്. ആ ഇക്ഷ്വാകു വംശത്തിൽ ഒരു രാമനെ സത്പുത്രനുണ്ടായിട്ടുള്ളൂ? അല്ലല്ല, അങ്ങനെ ആരും വിചാരിക്കരുത്. രാമന് മുമ്പ് എത്രയോ നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അതിൽ രാമനെ പോലെ ചില സന്താനങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അവരെ പറ്റി നമുക്കറിയില്ല. എന്താ കാരണം കുട്ടികളെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് തോന്നണത് അവരൊക്കെ ജീവിച്ചു. അച്ഛനമ്മമാരും രാജധാനിയിലുള്ളവരും കുറേയൊക്കെ പ്രജകളും മനസ്സിലാക്കിയിട്ടുണ്ടാവും, പോയി. അങ്ങനെ എത്രയോ പേര് ജീവിച്ച് മരുഭൂമിയിൽ മണക്കുന്ന പുഷ്പങ്ങൾ ഉള്ളതുപോലെ പോയിക്കഴിഞ്ഞു. ഒരു രാമൻ മാത്രം നമ്മുടെ കൂടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് മഹർഷിയുടെ തൂലികയുടെ വിശേഷം. ഒരു സംഭവം നടന്നാൽ പോരാ, ഒരാൾ ഉണ്ടായാൽ പോരാ. ആ ആൾ ഉണ്ടായി എന്ന് എല്ലാവർക്കും മനസ്സിലാക്കത്തക്ക വിധത്തിൽ അത് ചിത്രീകരിച്ച് വിവരണം ഉണ്ടാക്കണം. അപ്പോഴേ മനുഷ്യർക്ക് അറിയാൻ പറ്റുള്ളൂ. ഉള്ളതൊന്ന്, അറിയപ്പെടുന്നത് വേറൊന്ന്. ആ അറിയപ്പെടുന്നത് എപ്പോഴാണ്? ആ ആളെ പറ്റി വിവരിക്കണം. ആ മഹർഷിയുടെ കയ്യിൽ ആ തൂലിക ചലിച്ച് ശ്രീരാമനെ ഞാൻ വിവരിച്ചു കൊടുക്കും എന്ന് തോന്നി എഴുതിയപ്പോഴാണ്. എന്താ വാൽമീകി മഹർഷിക്ക് അങ്ങനെ തോന്നാൻ കാരണം? ഓണം വരണമെങ്കിൽ ഒരു മൂലം വേണമല്ലോ, വെറുതെ തോന്നില്ല. വാൽമീകി മഹർഷിയുടെ ചരിത്രം നിങ്ങളൊക്കെ അറിയാം. രത്നാകരൻ എന്ന് പറയുന്ന കാട്ടുകള്ളനായിരുന്നു. സപ്തർഷികളുടെ ദർശനത്താലും സ്വാധീനത്താലും രാമരാമാ ജപിച്ച് പുറ്റുവന്ന് മൂടി അതിൽ നിന്ന് പുറത്തു വന്നു. താൻ പോകുന്നതിന് മുമ്പ് കൊച്ചു കൊച്ചു ചെടികളായിരുന്നു, അതൊക്കെ പടുവൃക്ഷങ്ങളായിരിക്കുന്നു പുറത്തു വന്നപ്പോൾ. അത്രയധികം കാലം തപസ് ചെയ്ത് ഭരദ്വാജൻ ശിഷ്യനാണ്. അവരെല്ലാവരും കൂടി കുടീരത്തിൽ താമസിക്കുമ്പോൾ തമസാ നദീ തീരത്തിൽ കുളിക്കാൻ ചെന്നു. തെളിഞ്ഞ വെള്ളം കണ്ടിട്ട് സന്തോഷം തോന്നി. എത്ര നല്ല വെള്ളം നോക്കൂ, അതിൻ്റെ അടി കാണുന്നു. ഇതേമാതിരി മനസ്സ് ശുദ്ധമായാൽ പരമാത്മാവിൻ്റെ പ്രഭാവം തെളിഞ്ഞു കാണുമെന്ന് പറയുമ്പോഴേക്കും ഒരു വേടൻ ഒരു ക്രൗഞ്ചപക്ഷിയെ ഇത് താഴത്ത് വിട്ടു. ഇണപ്പക്ഷികളിൽ ഒരെണ്ണ മനുഷ്യൻ ഇണ ചേർന്ന് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അതിൽ ഒരാളെ കൊന്നാൽ ഇഷ്ടപ്പെടും ആരെങ്കിലും? അപ്പൊ താൻ ഇഷ്ടപ്പെടാത്ത കാര്യം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ദുർവൃത്തി മനുഷ്യന്റെ മനസ്സിലുണ്ട്. ആ ദുഷ്ടത എങ്ങനെയാണ് പോവുക? വേടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വേടന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ദുർവൃത്തി ഉണ്ടല്ലോ. ഇത് എവിടുന്നാ കിട്ടിയത്? ലോകത്തിൽ നിന്ന്.
അപ്പം എല്ലാവരുടെ ഉള്ളിലും ഇങ്ങനെയുള്ള ദുഷ്ടതയുണ്ട്. ആ ദുഷ്ടതയെ തള്ളിക്കളയാൻ എന്തു വേണം എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഞാൻ എപ്പോഴും പറയും, പേഴ്സണൽ സ്റ്റോറീസ് ആർ ദ പ്രിവെയിലിംഗ് ഇൻഫ്ലുവൻസ് ഇൻ മാൻകൈൻഡ്. മനുഷ്യരാശിയിൽ വ്യക്തിയമായിരിക്കുന്ന ജീവിത കഥയാണ് എന്നും നിലനിൽക്കുന്ന സ്വാധീനം. ഒരു രാമൻ, ഒരു കൃഷ്ണൻ എത്ര ജനങ്ങളെ സ്വാധീനിക്കുന്നു, കോടാനുകോടി. അപ്പോൾ വാൽമീകി മഹർഷിയുടെ മനസ്സിൽ തോന്നി, അതെ, ഞാൻ എന്താ ചെയ്യുക, ഈ ദുഷ്ടതയൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ശിഷ്ടപുരുഷനെ സമ്മാനിക്കും. ആ ശിഷ്ട മനുഷ്യൻ്റെ എന്ത് കാര്യവും എങ്ങനെയും എവിടെ നോക്കിയാലും മധുരമായി ആകർഷകമായി എപ്പോഴും മനുഷ്യന് ആഹ്ലാദം ജനിപ്പിക്കുന്നതാവും. അങ്ങനെ ഒരു കഥാപാത്രം എനിക്ക് വേണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നാരദ മഹർഷി പെട്ടെന്ന് അവിചാരിതമായി കുടീരത്തിലേക്ക് വന്നത്. വളരെ സന്തോഷമായി. 2 മഹർഷിമാർ കൂട്ടിമുട്ടിയാൽ 2 വസന്ത ഋതുക്കൾ കൂട്ടിമുട്ടുന്ന പോലെയാണ്. വളരെ സന്തോഷമായി സ്വീകരിച്ചിരുത്തി. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചത്? മഹർഷേ, അങ്ങ് 3 ലോകത്തും ഇടതടവില്ലാതെ സഞ്ചരിക്കുന്ന ആളാണ്. അനവധി ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. ആരും അങ്ങയ്ക്ക് തടസ്സം പറയില്ല. എനിക്ക് ഒരു ചോദ്യമുണ്ട്. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും നല്ല ഒരു മനുഷ്യനുണ്ടോ എന്ന് എന്നോട് പറയണം. ഉണ്ടായിരുന്നു എന്ന് പറയരുത്, കേട്ടിട്ടുണ്ട് എന്ന് പറയരുത്. അങ്ങ് കണ്ടിട്ടുണ്ടോ, ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ, എന്നാൽ എന്നോട് പറയൂ. മനസ്സിലായോ കൂട്ടരെ നിങ്ങൾക്ക്? കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രതഃ ചാരിത്രേണ ച കോ യുക്തഃ സർവഭൂതേഷു കോ ഹിതഃ വിദ്വാൻ കഃ സമർത്ഥശ്ച കശ്ചൈക പ്രിയദർശനഃ. 3-4 ശ്ലോകം കൂടിയുണ്ട്. ഞാൻ അറിയാൻ ആവശ്യപ്പെടുന്ന ആള് സാമാന്യനായ പോരാ. എനിക്ക് ഊച്ചാളി കഥ കേൾക്കണ്ട, ദുർബല കഥ കേൾക്കണ്ട. നല്ല മനുഷ്യൻ ധർമ്മിഷ്ഠനായിരിക്കണം. ശൗര്യവും വീര്യവും പരാക്രമവും വേണം. ആത്മബലം വേണം. തളരാതെ തൻ്റെ കൃത്യം നിർവഹിക്കണം. പെട്ടെന്ന് കുഴഞ്ഞു തൂങ്ങി വീഴരുത്. ഇങ്ങനെ കുറേ ഗുണലക്ഷണങ്ങളോടുകൂടി ഇങ്ങനെ ആരെങ്കിലും ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ, അങ്ങ് കണ്ടിട്ടുണ്ടോ, അങ്ങയ്ക്ക് അറിയാമോ, എന്നാൽ മാത്രം വായ തുറന്നാൽ മതിയെന്ന്. നാരദ മഹർഷിക്ക് ഒരു സംശയം ഉണ്ടായില്ല. ഞാൻ എപ്പോഴും പറയും എൻ്റെ കൂട്ടരെ, നമ്മുടെ പുണ്യഭാരതം ധർമ്മപ്രസുവാണ്. ധർമ്മപ്രസുവ നമ്മുടെ ഭാരതം. എപ്പോഴും ധർമ്മിഷ്ഠരെ പെറ്റു വളർത്തിയിട്ടുള്ള ഒരു വിശേഷപ്പെട്ട പുണ്യഭൂമിയാണത്. ഏത് കാലത്തുമുണ്ട് ഇവിടെ നല്ല മനുഷ്യർ. അവരുടെ ജന്മം കൊണ്ടാണ് ഈ സമാജം നിലനിൽക്കുന്നതെന്നും എത്രയധികം ആക്രമണം നേരിട്ടു, എന്തെല്ലാം തരത്തിലുള്ള സാഹസങ്ങൾ ഇവിടെ ഓരോരുത്തർ വന്ന് നടത്തിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ ആ നന്മയും പ്രഭാവവും പോയിട്ടില്ലല്ലോ. ചന്ദ്രയാനെ അടക്കം നമ്മൾ അറിയിച്ചില്ലേ? എങ്ങനെ സാധിച്ചു? ഇന്ത്യക്കാരുടെ ബുദ്ധിക്ക് എന്താണ് കുറവ്? നിങ്ങളുടെ എല്ലാവരുടെയും തലയുടെ ഉള്ളിലാണ് നിങ്ങളുടെ മഹിമ. നിങ്ങൾ വിചാരിക്കുകയാണ് പണമാണ് മഹിമ, വീടാണ് മഹിമ, സ്വത്താണ് മഹിമ, ഷെയറാണ് മഹിമ എന്ന്. അല്ല, പുരികത്തിന് മുകളിലുള്ള ആ തലച്ചോറുണ്ടല്ലോ, അവിടെയാണ് നമ്മുടെ മഹിമ മുഴുവനും കിടക്കുന്നത്. അതിന് ഇന്ത്യയിൽ ഒരു കുറവുമില്ല. ആത്മവാൻ കോ ജിതക്രോധോ ദ്യുതിമാൻ കോ അനസൂയകഃ കസ്യ ബിഭ്യതി ദേവാശ്ച ജാതരോഷസ്യ സംയുഗേ. യുദ്ധത്തിൽ അങ്ങേയറ്റം പരാക്രമം വേണം. ദേവന്മാരും ദേവേന്ദ്രനും പേടിക്കണം. ആത്മവാൻ, നല്ല നിയന്ത്രണമുള്ളവനാവണം. തെറ്റും തെറിയുമൊന്നും ചെയ്യരുത്, പറയരുത്. അങ്ങനെ വല്ലവരും ഉണ്ടോ എന്ന് ഉടനെ പറഞ്ഞു ദശരഥൻ്റെ സീമന്തപുത്രൻ. തനിക്കറിയാവുന്ന ചരിത്രം പറഞ്ഞു തരാം, ബാക്കിയുള്ളത് അങ്ങ് കണ്ടുപിടിച്ചോളൂ, അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞ് നാരദ മഹർഷി പോയി. നോക്കൂ, ഈ രാമൻ അങ്ങനെയായത്. നാരദ മഹർഷിക്ക് പറയാനും വാൽമീകി മഹർഷിക്ക് എഴുതാനും പറ്റിയിട്ടുള്ള ഒരു രാമൻ എങ്ങനെ ഉണ്ടായി? ആരുണ്ടാക്കി? പെറ്റത് കൗസല്യ, അതിന് ഗർഭാധാനം നടത്തിയത് ദശരഥൻ. ഇത് രണ്ടുകൊണ്ടും ആയോ രാമൻ്റെ യോഗ്യത? ആയില്ല. ആ യോഗ്യത മുഴുവൻ പകർന്നു കൊടുത്തത് വസിഷ്ഠൻ്റെ 18 ദിവസത്തെ സംസാരമാണ്. ആരും അങ്ങനെ ഒരു സംസാരത്തിന് വേണ്ടി പോകാറില്ല. നിങ്ങൾക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും
99% മാർക്ക് വരെ മേടിച്ചവരുണ്ട്. അവരുടെ മുടക്ക ദിവസങ്ങളിൽ, വെക്കേഷൻ സമയത്ത് ആ കുട്ടികളെ വസിഷ്ഠ മഹർഷിയെ പോലെ ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി ഈ അധ്യാത്മമായിട്ടുള്ള മഹിമ കേൾപ്പിക്കുക എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ കൂട്ടരെ? ഒന്ന് പറയണപ്പാ, ഒന്ന് പറയും. ആ കുട്ടിക്ക് മഹിമയുണ്ടായത് വെറും പഠിപ്പ് കൊണ്ടല്ല, അസ്ത്രവിദ്യ കൊണ്ടല്ല. തീർത്ഥാടനം നടത്തി തനിക്ക് വന്നിട്ടുള്ള വിഷണ്ണതയെ പരിഹരിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് വർത്തമാനമറിഞ്ഞ് വസിഷ്ഠ മഹർഷിയും വിശ്വാമിത്രനും കൂടി പറഞ്ഞയച്ച് അടുക്കലേക്ക് കൊണ്ടുവന്ന് അവന് പറയാനുള്ളതെല്ലാം പറഞ്ഞു കേട്ടതിന് ശേഷം അതിന് പ്രതിവിധി പൂർണ്ണമായി ഉണ്ടാക്കി കൊടുത്തേ അവർ എണീറ്റുള്ളൂ. ഇതാണ് നമ്മുടെ പാരമ്പര്യം. ഗുരുവാണ് സർവസ്വം. ഗുരുശിഷ്യ ബന്ധത്തിലൂടെയാണ് എല്ലാ പഠിപ്പും എല്ലാ അറിവും പകർന്ന് 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 പ്രബലവും പ്രഭാവവും നിസ്തുലവുമായി തീരുന്നത്. ഇത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. ഇതെല്ലാം കേട്ടതിന് ശേഷം വസിഷ്ഠ മഹർഷി സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ ആലോചിക്കൂ, ഇത്രയും കേട്ടതിന് ശേഷം ഒരാൾ എവിടുന്നാ സംസാരിക്കുക, എന്താ സംസാരിക്കുക, എവിടുന്നാ തുടങ്ങാന്ന്? നമുക്ക് സംസാരിച്ച് മനസ്സിലാക്കിക്കാനുള്ളത് രണ്ട് ഘടകമേ ഉള്ളൂ, നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കണം, നിങ്ങളുടെ ബുദ്ധിയെ മനസ്സിലാക്കണം. ആ ബുദ്ധി മനസ്സിനെ സദാ വിനിയോഗിക്കണം, വേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കണം, അതിന് വിവേകമോതി കൊടുക്കണം. മനസ്സ് വികാര വിക്ഷുബ്ധമാകാം. ആ വിക്ഷുബ്ധതയ്ക്ക് മുഴുവൻ പരിഹാരം ബുദ്ധിയുടെ വിഭവ സമൃദ്ധിയാണ്. ആ വിഭവസദ്യ വിളമ്പി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഇതാണ് നമുക്ക് ആവശ്യം. ഇതാ പറഞ്ഞു കൊടുക്കണു. ശുഭാശുഭാഭ്യാം മാർഗാഭ്യാം വഹന്തി വാസനാസരിത് പൗരുഷേണ പ്രയത്നേന യോജനീയ ശുഭേ പഥി. കേട്ടോളൂ, കേട്ടോളൂ. നിങ്ങളുടെ കുട്ടികളെ വിളിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതാ, മോനെ മോളെ ഇവിടെ വന്നിരിക്കുക. നിനക്കറിയാമോ നിനക്കൊരു ശരീരം മാത്രമല്ല, ഈ ശരീരം ജഡമാണ്, ദ്രവ്യം കൊണ്ടുണ്ടാക്കിയതാ, പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയതാ. ഇതിന് ഉണരാനുള്ള ശക്തിയില്ല. ഇത് ജഡമാണ്, ജഡമാണ്, അചേതനമാണ്. ഈ ശരീരത്തെ ചേതനാത്മകമാക്കി നിർത്തി ഓരോരോ കാര്യത്തിലും പ്രവർത്തിപ്പിക്കുന്നത് ഉള്ളിൽ അദൃശ്യമായിരിക്കുന്ന മനസ്സ് എന്ന് പറയുന്ന സൂക്ഷ്മ വിലാസമാണ്. ആ മനസ്സാണ് നിങ്ങൾ ഗുണവാനാക്കി തീർക്കേണ്ടത്. ശരീരത്തിനെ അലങ്കരിക്കുന്നത് പോലെ മനസ്സിനെയും അലങ്കരിക്കണം. ആ മനസ്സിനുള്ള അലങ്കാരം എന്താണെന്ന് പറഞ്ഞു തരാം, കേട്ട് മനസ്സിലാക്കൂ. നമ്മൾ പറയുന്ന മൊറാലിറ്റി ആൻഡ് എത്തിക്സ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇന്നും നമുക്ക് ആവശ്യം എന്താ? നമുക്കൊരു എത്തിക്കൽ ഗവേണൻസ് ആണ് ആവശ്യം. സദാചാരനിഷ്ഠമായിരിക്കുന്ന ഒരു ഭരണകൂടം, ഭരണ ഉദ്യോഗസ്ഥന്മാര് എല്ലാവരും. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എന്താ? ഡിപ്ലോമാറ്റിക് ബാഗ് കൂടി ചോർത്തി എന്നാണ് കാണുന്നത്. എവിടെ പോയി കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കൂ. ധാരാളം ശമ്പളം നല്ല ആൾക്കാരെ തിരഞ്ഞെടുത്ത് അവരെ പഠിപ്പിച്ച് അവർക്ക് പരിശീലനം കൊടുത്ത് നമ്മൾ രാജ്യത്തിൻ്റെ വരുമാനം മുഴുവൻ കൈകാര്യം ചെയ്യാനുള്ള സ്ഥാനമാനങ്ങളിൽ ഇരുത്തിയതിന് ശേഷം വേലി തന്നെ പഞ്ചയത്തിന്നുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇത് പഠിപ്പിൻ്റെ കുറവാണോ, യോഗ്യതയുടെ കുറവാണോ, സമ്പത്തിൻ്റെ കുറവാണോ, ഊണ് കഴിക്കാനില്ലാത്തത് കൊണ്ടാണോ? ഒന്ന് പറയുന്നപ്പാ നിങ്ങൾ. ആ കുട്ടികളെ വിളിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആ കൊടുക്കേണ്ടതാണ് ഇവിടെ പറയുന്നത്. ശുഭാശുഭാഭ്യാം മാർഗാഭ്യാം വഹന്തി വാസനാസരിത്. മനുഷ്യൻ്റെ ഉള്ളിലുള്ള അഭിലാഷം, അതാണ് അവനെ പ്രവർത്തിപ്പിക്കുന്നത്. ആ വാസന എന്ന് പറഞ്ഞാൽ ആഗ്രഹം. അത് ജന്മത്തിന് മുൻപ് തന്നെ അച്ഛനമ്മമാരുടെ രക്തത്തിലൂടെയും ജീൻസിലൂടെയും പ്രവേശിക്കാം. ജനിച്ചതിന് ശേഷം നമ്മൾക്ക് സ്വന്തമായും ആഗ്രഹങ്ങൾ കടന്നുകൂടും. ആ വാസന എന്ന് പറയുന്ന നദിയുണ്ടല്ലോ, ശുഭാശുഭാഭ്യാം മാർഗാഭ്യാം വഹന്തി. ശുഭം അശുഭം എന്ന് പറയുന്ന രണ്ട് വഴികളിലൂടെയാണ് അത് നീങ്ങുന്നത്. പൗരുഷേണ പ്രയത്നേന യോജനീയ ശുഭേപതി. പൗരുഷം പരുഷം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിലുമുള്ള ഉൾശക്തി. ഇതാ ഞാൻ കൈ പൊക്കണം, പൗരുഷം കൊണ്ടാണ് പൊക്കണത്. കൈ മാത്രം വിചാരിച്ചാൽ പൊങ്ങില്ല. കയ്യിനെ പൊക്കിക്കുകയാണ് മനസ്സ് ചെയ്യുന്നത്. ആ മനസ്സ് ചെയ്യുന്നതിന് ചില നെർവ്സും കാര്യങ്ങളൊക്കെ അതിന് പ്രൊസീജിയറിൽ ഉണ്ടെന്ന് മാത്രം. പക്ഷേ മനസ്സിലാണ് കൈ പൊക്കണം എന്ന് തോന്നണത്. ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കണം. നാവിന് സംസാരിക്കാൻ പറ്റുമോ? പറ്റില്ല. വായിക്ക് പറ്റുമോ? പറ്റില്ല.
പിന്നെ സംസാരം എങ്ങനെ ഉണ്ടാവണു? അതിനുള്ള ബുദ്ധിയും പ്രചോദനവും ബുദ്ധിവൃത്തികളും എല്ലാം ഉള്ളിൽ നിന്ന് വരികയാണ്. ആ വരുന്നത് ജഡമല്ല. ജഡമായൊരു നാവിന് സംസാരിക്കാൻ പറ്റില്ല. അതിനെ സംസാരിപ്പിക്കണമെന്നെങ്കിൽ മനസ്സിൻ്റെ, ചേതനാത്മകമായ മനസ്സിൻ്റെ പ്രചോദനവും പങ്കാളിത്തവും വേണം. അങ്ങനെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിലും കിടക്കുന്ന ഒരു 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 ഇച്ഛാശക്തി, ആ ഇച്ഛാശക്തിക്കാണ് പൗരുഷം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മുമ്പിലേക്കും നടക്കാം, പിന്നിലേക്കും നടക്കാം, ഇടത്തോട്ടും നടക്കാം, വലത്തോട്ടും നടക്കാം, വേഗം നടക്കാം, ഓടാം, പതുക്കെയും നടക്കാം. ഇത് ഏത് വേണമെങ്കിൽ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിൽ അമർന്നു കിടക്കുന്ന പൗരുഷം എന്ന് പറഞ്ഞ ഒരു ഇച്ഛാശക്തി, അതിനെ പ്രയത്നത്തോടുകൂടി യോജനീയ, ആ പൗരുഷം പ്രയോഗിച്ച് നമ്മുടെ മനസ്സിനെ നല്ല പഥത്തിൽ യോജിപ്പിക്കണം. ദുരഭ്യാസങ്ങൾ ഒഴിവാക്കണം, നല്ല അഭ്യാസങ്ങൾ ശീലിക്കണം, നല്ല സ്നേഹിതന്മാരെ തിരഞ്ഞെടുക്കണം. കണ്ടവരും കാക്കകളുമൊക്കെ സ്നേഹമാണെന്ന് വിചാരിച്ചാൽ പറ്റില്ല. ആരുടെ സഹവാസത്തോടു കൂടി എനിക്ക് നന്മ വരുമോ, ഞാൻ പഠിപ്പിൽ നേരെയാവോ, നല്ല മാർക്ക് കിട്ടുമോ, അങ്ങനത്തെ വരെ. ബോംബെയിൽ നിന്നൊരു പെൺകുട്ടി അച്ഛനമ്മമാരോടുകൂടി ഇവിടെ കുറച്ചു കാലം മുമ്പ് വന്നു. ഞാൻ അവളായിട്ട് ഇത്തിരി സംസാരിച്ചൊക്കെ മനസ്സിലാക്കി സഹവാസം ശരിയല്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നീ ആദ്യം വേണ്ടത് നിങ്ങളുടെ ചങ്ങാതിമാരെ കൊല്ലാക്കാത്തവരെ വിട്ടുകളയാൻ. സ്വല്പമെങ്കിലും ആലോചിക്കരുത്. സമ്മതിച്ചോ ചോദിച്ചു. അവസാനം അവൾ സമ്മതിച്ചു. ഇവിടുന്ന് പോയി അതൊക്കെ വന്നു. പരീക്ഷ കഴിഞ്ഞ് പാസ്സായപ്പോഴേ സെക്കൻഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി അവൾ. ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. അപ്പം ആരുടെ കൂടെ കൂടിയാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുമോ അതനുസരിച്ച് സ്നേഹിതന്മാർ വേണം. എല്ലാവരെയും സ്നേഹിതന്മാരാക്കാൻ പറ്റില്ല. അനവധി സ്നേഹിതന്മാരൊട്ട് ആവശ്യമില്ല. യോജനീയ അശുഭേപതി അശുഭേഷു സമാവിഷ്ടം ശുഭേഷ്വേവാവതാരയ സ്വം മനഃ പുരുഷാർത്ഥേന ബലേന ബലിനാം വര. രാമ, നീ ബലവാനാണ്, ബലവാന്മാരിൽ വെച്ച് ശ്രേഷ്ഠനാണ്. ആ ബലം നീ ഉപയോഗിക്കേണ്ടത് നിന്റെ മനസ്സിനെ കടഞ്ഞെടുത്ത് നന്നാക്കാനാണ്. നിന്റെ മനസ്സ് മുത്ത് പോലെ, തങ്കം പോലെ ആവണം. ആ തങ്ക മനസ്സ് വളർത്താൻ പരിശ്രമിക്കണം. അതിനെന്തു വേണം? അശുഭേഷു സമാവിഷ്ടം ശുഭേഷ്വേവ അവതാരയ. അശുഭ വഴികളിൽ ഇത് പോണുണ്ട് എന്ന് കണ്ട, ഏയ് മനസ്സേ പോകരുത്, അരുത്, ശരിയായ വഴിയിലേ പോവാൻ പാടുള്ളൂ. പറ്റില്ല. ഒരു ആത്മഗതം നടത്തണം. അവിടെ മനസ്സിനോടൊരു അഭിമുഖം നടത്തണം. എന്നിട്ട് തെറ്റായ വഴിയിൽ നിന്ന് മാറ്റി ശരിയായ വഴിയിൽ കൊണ്ടുവരണം. സ്വം മനഃ പുരുഷാർത്ഥേന. ഇങ്ങനെ കൊണ്ടുവരാൻ ഒരു അച്ഛൻ്റെയോ അമ്മയുടെയോ അധ്യാപകൻ്റെയോ സഹായം നമുക്ക് വേണ്ട. അയൽക്കാരൻ്റെ, നമ്മുടെ ബുദ്ധിയുടെയും നമ്മുടെ പൗരുഷത്തിൻ്റെയും സഹായം മാത്രം മതി. അപ്പം ബലം എന്ന് നമ്മൾ പറയുമ്പോൾ കൈകൊണ്ടുള്ള ബലമല്ല, ഉൾകൊണ്ടുള്ള ബലമാണ്. ആ ഉൾബലം. അശുഭാച്ചാലിതം യാതി ശുഭം തസ്മാദഭീതരത്. ഒരു വ്യവസ്ഥയുണ്ട് ലോകത്തിൽ. എന്താ? അശുഭത്തിൽ നിന്ന് തെറ്റിച്ചാൽ ആ മനസ്സ് ശുഭത്തിലേക്കേ പോവുള്ളൂ. എന്നാൽ ശുഭത്തിൽ നിന്ന് തെറ്റിച്ചാലോ അശുഭത്തിലും പോകും. ഇവിടെ നമ്മുടെ പുതിയ സ്വാമിജി എന്നോട് പറയുണ്ടായിട്ടുണ്ട്. അദ്ദേഹം MA പഠിക്കുമ്പോഴോ മറ്റും ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു. അതിലൊരു കുട്ടി നല്ല കുട്ടിയാണ്. എന്തോ കാരണത്താൽ ആ കുട്ടി എന്തായി, ഈ ചില ആൾക്കാരുണ്ടല്ലോ തീവ്രവാദികളൊക്കെ, അങ്ങനെയുള്ളവരിൽ ടെററിസ്റ്റിൻ്റെ ഒരു ഗ്രൂപ്പിൽ ചെന്ന് പെട്ടു. വളരെ നല്ല കുട്ടി. ചെന്ന് പെട്ടതിന് ശേഷം അവർ മനസ്സിലായി ഇത് ശരിയല്ല എന്ന്. അവിടെ ചെന്ന് പെട്ടാൽ പിന്നെ അവർ പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല. പുറത്തേക്ക് പോയാൽ കശാപ്പ് തന്നെ. എന്തിനു പറയണു? ആത്മഹത്യ ചെയ്തു. ഒന്നാം തരം കുട്ടി. നമ്മുടെ സ്വാമിജിയെ പോലെ ഒരാളുടെ സ്നേഹിതനായിരുന്ന കുട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പം എല്ലാവരുടെ മുൻപിലും ഈ സാധ്യതയുണ്ട് പൊട്ട വഴിക്ക് പോവാൻ. അത് പോകാതെ നോക്കി അതിൽ നിന്ന് തെറ്റിച്ച് ശുഭമാർഗത്തിൽ കൊണ്ടുവരണം. ജന്തോശ്ചിത്തം തു ശിശുവത്. നമ്മുടെ മനസ്സ് കുട്ടികളെ പോലെയാണത്രേ. എന്തും ആ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാം. പൊട്ട പഠിപ്പിക്കാം, നല്ലതും പഠിപ്പിക്കാം. നമ്മൾ പറഞ്ഞാൽ അവരത് കേൾക്കും. തസ്മാത്തച്ചാലയേത് ബലാത്. അവിടെയാണ് ബലം ഉപയോഗിക്കേണ്ടത്, ശക്തിയും കഴിവും ഉപയോഗിക്കേണ്ടത്. ഊച്ചാളിത്തം സമ്മതിക്കില്ല.
സാധാരണ പറയും പ്രതിപക്ഷ ഭാവന. നിങ്ങൾക്ക് എന്ത് ദോഷമുണ്ടോ ആ ദോഷത്തിന് വിപരീതമായിട്ടുള്ളതാണ് ഗുണം. ആ ഗുണം എങ്ങനെ മനസ്സുകൊണ്ട് അനുസ്മരിക്കുക. അയ്യോ എനിക്ക് നന്നാവണം, നന്മ, നല്ലവൻ. ഇനി ആരാരെല്ലാം നല്ലവരുണ്ടോ അവരുടെ എല്ലാം പേരും അവരുടെ കഥകളുണ്ടെങ്കിൽ കഥകളും ഒക്കെ വായിക്കാം. അങ്ങനെ വായിക്കാനാണ് ഈ ശ്രീരാമചരിതം ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ശർക്കര എവിടെ നോക്കിയാലും മധുര. അതുപോലെ രാമായണം നിങ്ങൾക്ക് എവിടെ നോക്കിയാലും മധുരം തന്നെയാണ്. രാമൻ ചെയ്ത തെറ്റുകൾ രാമൻ തുറന്നു പറയണു. തനിക്ക് വന്നിട്ടുള്ള അപഗതികളെ പറ്റി പറയണു. ഒരു വിഷമവുമില്ലാതെ അയ്യോ ഇങ്ങനെ വന്നൂലോ എന്നൊക്കെ സംസാരിക്കാറുണ്ട്. സീതയും രാമനും കൂടി ചിത്രകൂടത്തിൽ നടക്കുകയാണ്. അപ്പൊ സീത പറയാ രാമനോട്, മഹാപ്രഭോ, എനിക്ക് അങ്ങയെപ്പറ്റി ഒരു ഉത്കണ്ഠയുണ്ട്. എന്താണ് ഉത്കണ്ഠ? അങ്ങൊരു മഹാപുരുഷനാ. അങ്ങയ്ക്ക് ഒരു തരത്തിലുള്ള ദൗർബല്യവും ദോഷവും വരില്ല. ഏകപത്നി വ്രതം ശരിയാ. സ്ത്രീകളെ കണ്ട് അങ്ങ് മോഹിക്കില്ല. എനിക്ക് അങ്ങയെപ്പറ്റി ഒരൊറ്റ പേടി മാത്രമേ ഉള്ളൂ. എന്താ പേടി? എങ്ങാനും അബദ്ധത്തില് അർഹിക്കാത്ത ശിക്ഷ അങ്ങേ ആർക്കെങ്കിലും നൽകുമോ എന്നൊരു പേടി. എന്നിട്ട് അതിനൊരു കഥയും പറഞ്ഞു കൊടുത്തു. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ജനക മഹാരാജാവ് തൻ്റെ അച്ഛനാണല്ലോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ പറയാമെന്ന് പറഞ്ഞ് ശ്രീരാമനോട് സംസാരിക്കുക. എന്തു പറയുള്ളൂ നിങ്ങൾ ഇതിനെപ്പറ്റി? വാൽമീകി രാമായണത്തിലുള്ളതാണ്. നമ്മുടെ രാജ്യത്തിൽ സത്സംഗം വളരെ വിശേഷപ്പെട്ടതാ. സത്സംഗം എന്ന് പറഞ്ഞാൽ എന്താ? ആരാണോ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരിക അവരാണ് സജ്ജനങ്ങൾ. അവരുടെ വായിൽ നിന്ന് സത്തേ വരുള്ളൂ. അവർ സത്പുരുഷന്മാരും സത് സ്ത്രീകളുമായിരിക്കും. നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയും, കേൾപ്പിക്കും. അത് പറയണത് എന്തിനാ? സമയം പോവാൻ വേണ്ടി പറയണതല്ല. ആർക്കത് വേണം എന്ന് തോന്നണോ അവർ വിളിച്ചു പറയും. ഇപ്പൊ ഈ വസിഷ്ഠ മഹർഷി 18 ദിവസം രാമൻ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ സംസാരിച്ചത്. ആ സംസാരത്തിന്റെ പ്രഭാവം കൊണ്ട് എന്തുണ്ടായി? ഏതാണ്ട് ഒരു 5-6 ദിവസം 6-7 ദിവസം കഴിയുമ്പോഴേക്കും രാമൻ കണ്ണടച്ചിരുന്നു. രാമൻ മാത്രമല്ല, ബാക്കിയുള്ളവരും പലരും ഇരുന്നു. വസിഷ്ഠ മഹർഷിക്ക് സംസാരം നിർത്തേണ്ടി വന്നു. അവരെല്ലാവരും ആത്മമഗ്നരും ആത്മലീനരുമായി. ആ കേട്ടതിൻ്റെ പ്രഭാവത്താൽ അവരുടെ ആ ഉള്ളിലുള്ള അമൃത നുണഞ്ഞ് കുറെ കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോഴാണ് സംസാരം തുടങ്ങിയത്. നോക്കൂ അതിൻ്റെ വിശേഷം. ഇത്ര വാത്സല്യത്തോടു കൂടി ആരാ പറയുക? വികൗതുക വിഗത വികൽപ്പ വിപ്ലവ യഥാസ്ഥിത ഹരിഹര പത്മജാദയ നരോത്തമ സമധിഗതാത്മദീപക തഥാസ്ഥിത ജഗതി വിശുദ്ധ ബുദ്ധയാ. ഞാൻ എന്താ പറയണത്? വസിഷ്ഠന്റെ മൊഴികൾ. വികൗതുക വിഗത വികൽപ്പ വിപ്ലവ യഥാസ്ഥിത ഹരിഹര പത്മജാദയ. ഹരി, ഹരൻ, പത്മജൻ, ബ്രഹ്മാവ്, ഇവരെല്ലാവരും എങ്ങനെയായിരിക്കണത്? ഈ ആത്മവൈഭവ പൂർണ്ണന്മാരായിട്ടാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ അവർ നടത്തുന്നത്. അവർക്കൊന്നിനോടും അമിതമായോ അനാവശ്യമായോ ആകർഷണമില്ല. അവരുടെ മനസ്സിൽ സംശയങ്ങളോ ക്ഷോഭങ്ങളോ യാതൊന്നുമില്ല. വികൽപ്പ വിപ്ലവാഹ, സംശയങ്ങളോ ചോദ്യങ്ങളോ ഒന്നുമില്ലാതെ ആ സംശയ ചോദ്യ വിപ്ലവങ്ങളെല്ലാം അസ്തമിച്ച് ശമിച്ചിരിക്കുന്നവര്. നരോത്തമാഹ, ഉത്തമ നരന്മാർ. സമധിഗത ആത്മദീപകാഹ, അവരുടെ ഉള്ളില് ആത്മാവിങ്ങനെ പ്രകാശിക്കണു അത്രേ. നിങ്ങളുടെ ഉള്ളിൽ കണ്ണു തച്ച് അങ്ങനെ നോക്കിയാൽ അവിടെ വല്ല പ്രകാശവും കാണാനുണ്ടോ? ഒന്നുമില്ല. മനസ്സില്ലേപ്പ? ഉണ്ട്. മനോവൃത്തികളില്ലേ? ഉവ്. മനോവൃത്തി പ്രകാശിക്കല്ലേ, അല്ലെങ്കിൽ എങ്ങനെ കാണാൻ പറ്റും? അപ്പം മനസ്സിനെയും മനോവൃത്തികളെയും പ്രകാശിപ്പിക്കുന്ന ഒരു ഉൾപ്രകാശം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ എന്താ ഒന്നുമില്ല എന്ന് പറയണേ? അവിടെ ഇരുട്ടാണോ? എന്നാ ഇരുട്ടിൽ നിങ്ങളുടെ മനസ്സ് എങ്ങനെ വെളിപ്പെട്ടു? മിണ്ടരുത്, അസംബന്ധം പറയേ. ഉള്ളിൽ പ്രകാശമില്ലാന്ന്. അപ്പൊ പിന്നെ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നത് മുഴുവൻ ആരാ കാണുന്നത്? എങ്ങനെയാ കാണുന്നത്? പുറത്ത് കാണിച്ചു തരുന്നത് സൂര്യപ്രകാശം അല്ലെങ്കിൽ മറ്റു പ്രകാശങ്ങൾ. ഉള്ളിൽ കാണിച്ചു തരുന്നതോ? ഈ പ്രപഞ്ചം മുഴുവനും എവിടെയാ പ്രതിഫലിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ.
ഉള്ളിൽ, ആ ഉള്ളിൽ പ്രതിഫലിക്കുന്ന പ്രപഞ്ചം കാണിച്ചു തരുന്നത് ആരാണ്? ഒരു ഉൾപ്രകാശമുണ്ട്. നരോത്തമ സമധിഗതാത്മദീപക. ആ ആത്മാ ഒരു ദീപം പോലെ പ്രകാശിക്കുന്നുണ്ട് അവിടെ. തഥാസ്ഥിത ജഗതി വിശുദ്ധ ബുദ്ധയ. അവിടെയാണ് ഈ ജഗത്തിൽ വിശുദ്ധ ബുദ്ധികൾ എല്ലാവരും സ്ഥിതി ചെയ്യുന്നത്. അവരുടെ ആരവണം തൻ്റെ ഉള്ളിലാണ്, പുറത്തല്ല. പുറം മുഴുവനും കാണിച്ചു തരുന്നത് നമ്മുടെ ഉള്ളാണ്. കണ്ണ് തുറക്കാൻ മനസ്സ് വേണം, കണ്ണിനെ വിനിയോഗിക്കാൻ മനസ്സ് വേണം. ആ മനസ്സ് വിനിയോഗിച്ചാൽ മാത്രമേ കണ്ണിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ആ കണ്ടത് മുഴുവൻ കണ്ണിലൂടെ പടം പിടിപ്പിച്ച് എവിടെയാ ഈ പ്രതിച്ഛായകൾ രൂപം കൊള്ളുന്നത്? നമ്മുടെ ഉള്ളിൽ, മനസ്ഥലത്തിൽ. ഒരു പർവ്വതത്തെ കണ്ടാൽ കണ്ണിൻ്റെ ഉള്ളിൽ പർവ്വതം ഒതുങ്ങൊന്നുമില്ല. കണ്ണ് ആ പർവ്വതത്തെ കണ്ട് ഉള്ളിലേക്ക് പറഞ്ഞയക്കും. മനസ്സതിൻ്റെ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കി ആ പർവ്വതത്തോളം വലിപ്പം നിങ്ങളുടെ ഉള്ളിൽ ചമച്ച് ഉണ്ടാക്കി തരണു. അങ്ങനെ ഉള്ളിൽ പ്രകാശിച്ച് ഈ കാണുന്ന ലോകത്തെ മുഴുവൻ പ്രതിഫലിപ്പിച്ച് പ്രതിച്ഛായ രൂപത്തിൽ അവിടെ നിർമ്മിച്ചുണ്ടാക്കി തരുന്ന മനസ്സ് ചെറുതോ വലുതോ? ഒന്ന് പറയണപ്പാ നിങ്ങൾ. എന്ത് പറയണു? ഉൾപ്രകാശം, ഉൾവ്യാപ്തി, ഉൾവിസ്താരം, ഉൾമഹിമ, ഉൾനിറവ്, ഉൾപൂർണത. കേൾക്കുന്ന ഈ വാക്കുകൾ മുഴുവനും ഇത് മനുഷ്യന് കേൾക്കാനും മനുഷ്യനെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. തഥാസ്ഥിത ജഗതി വിശുദ്ധ ബുദ്ധയ. ഒരു ശ്ലോകം കൂടിയിട്ട് പറഞ്ഞു നിർത്താം. ശ്രീരാമനോട് പറയാണ്, മാതരീവ പരംയാന്തി വിഷമാണി മൃദൂനിച വിശ്വാസമിഹ ഭൂതാനി സർവാണി ശമശാലിനി. രാമന് പറഞ്ഞു കൊടുത്ത ബ്രഹ്മവിദ്യ ഉണ്ടല്ലോ, ആത്മജ്ഞാനം, വിവേകം, വിശേഷബുദ്ധി. ആ വിശേഷബുദ്ധി വേണ്ടതുപോലെ പ്രയോഗിച്ച് ഒരു മനുഷ്യൻ നന്നാവണമെന്ന് വന്നാൽ ആ നന്നായ മനുഷ്യനില്ലേ, മാതരീവ പരംയാന്തി വിഷമാണി മൃദൂനിച. സ്വന്തം അമ്മയുടെ അടുത്ത് പോകുന്നത് മാതിരി മൃദുസ്വഭാവമുള്ള മൃഗങ്ങളും കഠിന സ്വഭാവമുള്ള മൃഗങ്ങളും എല്ലാം തന്നെ അവനവൻ്റെ അമ്മയുടെ അടുക്കിലേക്ക് പോകുന്ന മാതിരി ആ മഹാത്മാവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമത്രേ. വിശ്വാസമിഹ ഭൂതാനി സർവാണി ശമശാലിനി. ദുഷ്ടന്മാരും ശിഷ്ടന്മാരും ഒരുപോലെ അടുത്തു വന്ന് വിശ്വാസത്തോടു കൂടി കൂടുന്ന പേടിയില്ലാതെ, എങ്ങനെയായാൽ ശമശാലിനി, മനസ്സിൽ ആഗ്രഹമില്ലാതെ. ആഗ്രഹമാണല്ലോ എല്ലാറ്റിൻ്റെയും ഉള്ളിൽ, തൊന്തറവിൻ്റെ പിന്നിൽ. ആ ആഗ്രഹം പോയാൽ പിന്നെ നാം നിരുപദ്രവന്മാരായി. ഒരു ഉപദ്രവവും നമ്മളിൽ നിന്ന് ആർക്കും ഉണ്ടാവില്ല. അതാണ് മഹാവിഷ്ണു പാമ്പിൽ കിടക്കുന്നത്. തൊട്ടടുത്ത് യാത്ര ചെയ്യാനായിട്ട് ഗരുഡനും ഉണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് സർപ്പം, ഒരു ഭാഗത്ത് ഗരുഡൻ. രണ്ടുപേര് എങ്ങനെയാ പരസ്പരം ശത്രുക്കളാണെന്ന് പറയാം? അവിടെ ശത്രുതയൊന്നുമില്ല. രണ്ടുപേരുടെയും അമ്മയെപ്പോലെ കണക്കാക്കി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് സ്വജനങ്ങളായി കഴിഞ്ഞുകൂടുകയാണ് അവർ. അപ്പം നമ്മുടെ മനസ്സിനെ എത്ര സുന്ദരമാക്കാം, എത്ര മഹിമയുറ്റതാക്കാം, എത്ര സൗശീല്യ നിർഭരമാക്കാം എന്ന് ചോദിച്ചാൽ ഇതാണ് അതിനെല്ലാറ്റിനുമുള്ള വഴി എന്താ? ബുദ്ധി കൊണ്ട് ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, ആ മനസ്സിലാക്കിയതിനനുസരിച്ച് മനസ്സിനെ കൊണ്ട് പ്രവർത്തിപ്പിച്ച് ആ മനസ്സ് ഇന്ദ്രിയങ്ങളെ വിനിയോഗിച്ച് ഈ ലോകത്തിൽ അധീശത്വത്തോടുകൂടി വാഴാൻ കഴിയണം. ഇതാണ് നമുക്ക് ആവശ്യം. അത് സാധിക്കും എൻ്റെ പൊന്നുരാമ. നിന്റെ മനസ്സിനെ പിടിപെട്ടിട്ടുള്ള ദുഃഖം സൂര്യരശ്മി തട്ടി മഞ്ഞ് ഉരുകിപ്പോകുന്ന മാതിരി ഉരുകിപ്പോവും. നീ ശുദ്ധ നിർമ്മലനാവും, പവിത്ര ഹൃദയനാകും. ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യവിശേഷത്തിൻ്റെ ആസ്ഥാനമാകും നിന്റെ ഹൃദയം, നിന്റെ മനസ്സ് എന്ന് പറഞ്ഞ് അങ്ങനെ ആക്കി അനുഭവിപ്പിച്ചു കൊടുത്തു. ഇതാണ് നടന്നത്. ഇനി ഞാൻ ചോദ്യമോ ഉത്തരവൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. ജയഗുരു, എല്ലാം തികഞ്ഞ രാജകുമാരനായി സമ്പദ് സമൃദ്ധിയുടെ നടുവിൽ വാണ ശ്രീരാമന് ഇത്ര കടുത്ത മനോവിഷാദം ഉണ്ടാകാമെങ്കിൽ അങ്ങനെ ഒരു വിഷാദം നമ്മളിൽ ആർക്കു വേണമെങ്കിലും ഉണ്ടാവാം. എന്നാൽ മനസ്സിന് വരുന്ന ക്ലേശങ്ങൾ അല്ലെങ്കിൽ വിഷമം എന്തു തന്നെ ആയാലും അത് വിട്ടുയരാൻ
നമുക്ക് സാധിക്കും 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 എന്നാണ് സ്വാമിജി ഇപ്പോൾ അടിവരയിട്ട് പറഞ്ഞു തന്നത്. സ്വാമിജി അങ്ങനെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് സംശയമില്ലാതെ ദൃഢമായ വിശ്വാസത്തോടെ മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റണം. അതിനാകട്ടെ എന്ന്, അതിന് സ്വാമിജിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് രാജേഷാണ്. ശ്രീമാൻ രാജേഷിൻ്റെ ചോദ്യം: പൂജ്യസ്വാമിജി പ്രണാമം. ഭാരതത്തിലെ ആത്മീയ ജ്ഞാന ഗ്രന്ഥങ്ങളിൽ അതുല്യ സ്ഥാനമാണല്ലോ യോഗവാസിഷ്ഠ രാമായണത്തിന്. എന്തുകൊണ്ടാണ് ഈ അതുല്യത ഈ ഗ്രന്ഥത്തിന് കൈവന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഗ്രന്ഥം അതുല്യമായത്? യോഗവാസിഷ്ഠ രാമായണത്തെ പോലെ വേറെ ഒരു ഗ്രന്ഥം ഉണ്ടെങ്കിൽ ആ ഗ്രന്ഥം പ്രചാരത്തിൽ വന്നിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഇന്നലെ നിങ്ങളോട് പറയുണ്ടായി, നമ്മുടെ സനാതനധർമ്മവും അത് സംബന്ധിച്ച ചരിത്രവും എല്ലാം തന്നെ ഇവിടെ നിലനിൽക്കുന്നത് മാതൃകാപുരുഷന്മാരായ രാമനും കൃഷ്ണനും ഉള്ളതുകൊണ്ടാണ്. രാമൻ, കൃഷ്ണൻ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ നിസ്തുലന്മാരാണ്. അതുപോലെ ഒരാളെ നമ്മൾക്ക് ഇതേവരെ കാണാൻ സാധിച്ചിട്ടില്ല. ഈ വ്യക്തികളുടെ ജീവചരിത്രവും അവർ ചെയ്തിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമെല്ലാം നമ്മുടെ ജനങ്ങളെ പരമാവധി സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ നിഴലിൽ വളരുന്ന ജനങ്ങൾ ഇന്നുമുണ്ട്. 10%, 20%, 50%, 70%, 80%, 90% ഇത്ര ശതമാനങ്ങളോളം രാമന്മാരും കൃഷ്ണന്മാരും ആകുന്നവർ നമ്മുടെ നാട്ടിൽ കാണും. അതുപോലെ ഒരു രാമായണവും ഒരു മഹാഭാരതവും ഒരു ശ്രീമദ് ഭാഗവതവും യോഗവാസിഷ്ഠ രാമായണവും വേറെ എത്ര ഉണ്ട്? ഇല്ലല്ലോ. അനവധി പുരാണങ്ങൾ ഇവിടെയുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താ എന്ന് പറഞ്ഞാൽ, ഒരു സംഭവം നടക്കാം, ആ നടന്ന സംഭവം നമ്മൾക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിൽ ചിത്രീകരിച്ച് തരണം. അങ്ങനെ ചിത്രീകരിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾക്ക് വലിയ സ്ഥാനമാണ്. ശ്രീരാമൻ ഒരു രാജകുമാരനും രാജാവുമായിരുന്നു. നമ്മൾ ശ്രീരാമനെ അറിയുന്നത് ഒന്നുകിൽ രാജകുമാരൻ അല്ലെങ്കിൽ രാജാവ്. ഇങ്ങനെ രണ്ടാളായിട്ടുള്ള ചിത്രീകരണമാണ് വാൽമീകി മഹർഷിയുടെ രാമായണത്തിലുള്ളത്. ആ ശ്രീരാമൻ എങ്ങനെ ശ്രീരാമനായി എന്നുള്ളതാണ് യോഗവാസിഷ്ഠ രാമായണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആ മനസ്സിലാക്കുന്നതിൽ ഒരു വിശേഷം എന്താ? ശ്രീരാമൻ അച്ഛനമ്മമാർക്ക് ജനിച്ച ഒരു കുട്ടിയാണ്. ഒരു ശരീരം, ഒരു മനസ്സ്, ഒരു ബുദ്ധി, ഒരു അഹങ്കാരം, ഇതിനെല്ലാറ്റിനും മീതെ ആത്മാവും പരമാത്മാവും. ഇത്രയുമേ രാമൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഈ 4ഉം 5ഉം ഉണ്ടല്ലോ. ഒരു ശരീരമുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, അഹങ്കാരമുണ്ട്, പരമാത്മാവുമുണ്ട്. എന്നാൽ ഈ 5 എണ്ണത്തിനെ വെച്ചുകൊണ്ട് ശ്രീരാമൻ എങ്ങനെ ശ്രീരാമനായി? അതാണ് ഈ യോഗവാസിഷ്ഠ രാമായണം. യോഗവാസിഷ്ഠ രാമായണത്തിൽ 15 വയസ്സിൽ ഈ വൈഭവം ഉണ്ടാക്കി കൊടുത്തു. രാമൻ ശരീരം വിട്ടു പോകാൻ നിന്നതാണ്. അപ്പോൾ വാൽമീകി മഹർഷിയും കൂട്ടരും വസിഷ്ഠരോട് പറഞ്ഞു, അയ്യോ, ഈ കുട്ടിയാണവൻ, സിംഹാസനത്തിൽ നിന്ന് രാജ്യം ഭരിക്കേണ്ടവനാണ്. അതുകൊണ്ട് ഇവനെ ആത്മലീനനാക്കി ഇരുത്തരുത്. ആ കുട്ടിയെ എങ്ങനെങ്കിലും ഉണർത്തി അവനെ ശരീരബോധത്തോടു കൂടി നിർത്തി സിംഹാസനത്തിൽ ഇരിക്കുമാറാക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവസാനത്തെ ഉപദേശം വസിഷ്ഠ മഹർഷി കൊടുത്തത്. ഇങ്ങനെ ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് വേറെ എവിടെ കാണാൻ പറ്റും? അതിൽ ചർച്ച ചെയ്യാത്ത ഒരു അധ്യാത്മ വിഷയവുമില്ല. യോഗ വിഷയമോ ധാർമ്മിക വിഷയമോ അധ്യാത്മ വിഷയമോ നിർദ്വന്ദ്വമായിരിക്കുന്ന ദർശനശാസ്ത്രമോ ഇതെല്ലാം പ്രതിപാദിക്കുന്നതാണ് യോഗവാസിഷ്ഠ രാമായണം. അതിൻ്റെ ശ്ലോകങ്ങൾ നാം വായിച്ച് അങ്ങനെ ഉരുവിടുകയാണെങ്കിൽ ആ ഉരുവിടുന്നത് വഴി അതിലുള്ള പ്രഭാവങ്ങളോ നന്മകളോ നേട്ടങ്ങളോ സൗന്ദര്യങ്ങളോ സൗഭാഗ്യങ്ങളോ എല്ലാം നമ്മുടെ മനസ്സിൽ പ്രവേശിക്കുകയായി. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു ശ്ലോകം ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ എനിക്ക് ആ ശ്ലോകത്തിൻ്റെ അന്തസ്സാരം മനസ്സിലായിട്ടാണ് പറയുന്നത്. അത് വളർത്തിയെടുക്കേണ്ട ഒരു ചോദ്യമേ വരണില്ല. അത് തന്നെ അവനവൻ്റെ ഉള്ളിൽ വളരും. ഇപ്പം മാതരീവ പരംയാന്തി വിഷമാനി മൃദൂനിശ എന്ന് ഞാൻ വായിച്ച് ഗ്രഹിക്കുമ്പോൾ മനസ്സ് ഉടനെ അങ്ങനെ ആവുകയാണ്. അങ്ങനെ കേൾക്കണത് ഗ്രഹിക്കാനാവണം, ഗ്രഹിക്കണത് ആയിത്തീരാനാവണം. അങ്ങനെ കേട്ട് ആയിത്തീരുക എന്നുള്ളതാണ് യോഗവാസിഷ്ഠ രാമായണത്തിൻ്റെ മഹിമ. ഇതിന് തെളിവാരാ? രാമചന്ദ്രൻ തന്നെ. രാമൻ ഇത് കേട്ട് മനസ്സിൽ ലയിച്ചവിടെ അങ്ങോട്ട് ഇരുന്നു.
പിന്നെ കുട്ടിയായതുകൊണ്ട് എഴുന്നേൽപ്പിച്ച് അങ്ങനെ ആവരുത് എന്ന് പറഞ്ഞ് കുറേ ബഹിർമുഖത്വം വരട്ടെ എന്ന് പറഞ്ഞ് സമ്പർക്കാത്മക ജീവിതം നയിക്കണം എന്ന് പറഞ്ഞ് ഉപദേശിച്ച് നിർബന്ധിച്ച് പറഞ്ഞയച്ചതാ. അധ്യാത്മശാസ്ത്രത്തിൽ ഈ യോഗവാസിഷ്ഠ രാമായണത്തിന് തുല്യമായി ഒന്നുമില്ല. ഇവിടെ ഉപനിഷത്തുകളുണ്ട്, ഭഗവത്ഗീതയുണ്ട്, ബ്രഹ്മസൂത്രമുണ്ട്, പ്രസ്ഥാനത്രയം, ഇനി ഒരു ബൃഹത് പ്രസ്ഥാനത്രയവുമുണ്ട് നമുക്ക്. അത് മൂന്നും ഉണ്ടെങ്കിലും ഈ യോഗവാസിഷ്ഠ രാമായണം എന്ന് പറയുന്നത് തനിയെ ആത്മയോഗം പരിശീലിക്കാനുള്ള ഒരു ഗ്രന്ഥമാണ്. അതിൽ ആ ശ്രീരാമന് സംഭവിച്ചതും വസിഷ്ഠ മഹർഷി 18 ദിവസം നീണ്ടുനിന്ന ഒരു സംവാദം നടത്തിയതും എല്ലാ വിധത്തിലും പാരലൽ, തുലനം ചെയ്യാൻ പറ്റാത്ത ഘടകങ്ങളാണത് മുഴുവൻ. അതാണ് അതിൻ്റെ മഹിമ. ഇനിയൊരു ചോദ്യം കൂടിയുണ്ട്. ശ്രീമതി ലക്ഷ്മി സുനിൽ, മനസ്സിനെ പൂർണ്ണമാക്കുന്നത് എങ്ങനെയാണ് സ്വാമിജി? മനസ്സിനെ പൂർണ്ണമാക്കുന്നത് എങ്ങനെയാണ്? എളുപ്പമാണല്ലോ ഈ ചോദ്യത്തിന് മറുപടി പറയണത്. പൂർണ്ണമായിരിക്കുന്ന പൊരുളിനെ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ മനസ്സിന് പൂർണ്ണത വരും. യാ മതിഹി സാ ഗതിർഭവേത് എന്നാണ് മനസ്സിനെ സംബന്ധിച്ച നിയമം, വ്യവസ്ഥ. നാം എന്ത് മനനം ചെയ്യുന്നുവോ അതായിത്തീരും. ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്നു തോന്നും എന്ന് മലയാളത്തിലൊരു വാക്കുണ്ട്. ഒരുത്തനെ തന്നെ വിചാരിച്ച് നമ്മൾ ആരെങ്കിലും ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുക, അപ്പോൾ വരുന്നവരൊക്കെ ദൂരത്ത് വരുന്നു എന്ന് തോന്നുകയായി. ആ ആളല്ല, പക്ഷെ തോന്നുകയാണ് അങ്ങനെ. അപ്പം നമ്മുടെ മനസ്സിനൊരു സൂക്ഷ്മമായിരിക്കുന്ന നിയമമുണ്ട്. എന്ത് വിചാരിച്ചുവോ അതായിത്തീരും. അപ്പം ലക്ഷ്മിയോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ കുട്ടി, ഈ നിമിഷം മുതൽക്ക് പൂർണ്ണതയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കൂ. മനസ്സിലും ആ പൂർണ്ണത, കാണുന്നത് പൂർണ്ണത, പറയുന്നത് പൂർണ്ണത, തിന്നുന്നത് പൂർണ്ണത, ഉറങ്ങുന്നത് പൂർണ്ണത, സ്വപ്നം കാണുന്നത് പൂർണ്ണത, എല്ലാം പൂർണ്ണതയാവട്ടെ. അപ്പോൾ പൂർണ്ണമാവും. വേറെ ഒരു വഴിയും വേണ്ട, ഇതന്നെ മതി. ശ്രീമദ് ഭാഗവതത്തിൽ പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഏതാവാനേവ ലോകേസ്മിൻ പുംസസ്വാർത്ഥ പരസ്മൃത ഏകാന്ത ഭക്തിർ ഗോവിന്ദേ യത് സർവത്ര തദീക്ഷണം. ഈ ലോകത്തിൽ മനുഷ്യന് ഏറ്റവും വലിയ സ്വാർത്ഥം ഭഗവാനോട് അനന്യമായിരിക്കുന്ന ഏകാന്ത ഭക്തിയാണത്രേ. എന്താണ് ആ ഏകാന്ത ഭക്തി എന്ന് ചോദിച്ചാൽ, കേട്ടോളൂ, കാത് കടം മേടിച്ച് കേട്ടോളൂ. യത് സർവത്ര തദീക്ഷണം, എല്ലാ ദിക്കിലും ആ ഭഗവാനെ കാണുക. അഭഗവാൻ എന്നൊന്നില്ല, ഭഗവാൻ മാത്രം. പിന്നെ മാത്രം എന്നും കൂടി പറയേണ്ടി വരരുത്, ഭഗവാൻ. ഇങ്ങനെ ആയിത്തീരണത് നമ്മുടെ മനസ്സാണ്, ആക്കി തീർക്കുന്നത് മനസ്സാണ്. അപ്പം ഇതല്ലാതെ വേറെ ഒരു വഴിയില്ല, ഇത് തന്നെയാണ് വഴി. എത്ര സുഗമം, എത്ര ലളിതം, എത്ര ത്വരിതഗതിയിലാണതിന് ഭവിഷ്യത്തെന്നറിയാമോ? സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിത ക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി ഹരി ഹരി. എല്ലാവർക്കും കൂടി ഒരു ഓങ്കാരം ജപിക്കുക. നമ്മളുടെ ഈ സംയുക്ത സ്വരം ലോകം മുഴുവനും വ്യാപിച്ച് പ്രസരിച്ച് എല്ലാ ജീവജാലങ്ങൾക്കും സൗഭാഗ്യമണയ്ക്കട്ടെ. ഈ ഒരു വിചാരം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ആ വിചാരത്തിൽ നിങ്ങളുടെ മനസ്സിന് ഒരു സർവവ്യാപ്തി ഉണ്ടാവട്ടെ. ഹരി ഹരി. ഓ